Okay. 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 എന്നോട് കർത്താവ് ഇന്നലെ സംസാരിച്ചൊരു വചനം നിങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to read a verse which the Lord dealt with me yesterday. In fact, it is not a word, it's a whole chapter of Ezekiel chapter 33. It is about Ezekiel chapter 33, the whole chapter, in fact. Yeah. ഞാൻ വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. Thank you, Lord. I'll just read it for you. I know the Lord was speaking to me, and it's not only to me. Whoever you think it is speaking to you, you can take this word. ഈ വാക്കുകൾ എനിക്ക് കർത്താവ് എന്നോട് സംസാരിച്ചതാണെങ്കിലും എഹെസ്കേൽ 33 നിങ്ങളോട് ദൈവം സംസാരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടേതുമാണെന്ന് വെച്ചെടുക്കുക. ആമേൻ. ഞാൻ ആദ്യമായിട്ട് വായിക്കുകയാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാരോട് നീ പ്രവചിച്ചു പറയേണ്ടത്, ഞാനൊരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല അവൻ്റെ രക്തം അവൻ്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി, എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കൂ എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരുവാൻ കരുതിക്കൊള്ളാതവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടു തിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു, അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു. എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരുവീൻ, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറക. ഹോൾ ചാപ്റ്റർ ഉണ്ട്. ഇതുവരെയുള്ള ഭാഗങ്ങൾ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ആൻഡ് ദർ ഈസ് സംതിങ്, ദ മെസ്സേജ് ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, സഭ എന്നുള്ള നിലയിൽ, ദൈവദാസൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവരെയും ദൈവം തൻ്റെ കാവൽക്കാരാക്കി ദേശത്ത് നിർത്തിയിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. Actually, the Lord spoke to me from the entire chapter, and while he was reading that church, this is something God is telling you as a church. സഭയെ നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണ് ഈ വചനങ്ങൾ. This is essentially a message of evangelism. ഇത് സുവിശേഷീകരണത്തിനുള്ള സന്ദേശമാണ്. Hallelujah. We have to go and tell people. നമ്മൾ ജനത്തോട് പറഞ്ഞേ മതിയാകൂ. By the way, this is a confirmation for what I was wanting to do during fasting and prayer. ഉപവാസ സമയത്ത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ചില കാര്യത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉറപ്പാണ്. September 1st onwards we'll be meeting here in the church. സെപ്റ്റംബർ 1 മുതൽ നമ്മൾ ഈ സഭയിൽ കൂടും. But some of the morning hours we won't be sitting here and listening to the word of God. We will be going out to homes. We'll be going to Center City. We will be doing a lot of things like that during the time of ഉപവാസം, fasting. ആമേൻ. ഉപവാസത്തിന്റെ സമയത്ത് ചില ദിവസങ്ങൾ രാവിലെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുകയായിരിക്കില്ല. ചില ഭവനങ്ങളിൽ സെൻട്രൽ സിറ്റിയിലേക്ക് ദൈവം അയക്കുന്നിടത്തൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനവുമായി കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. I want to follow Isaiah 58. ഇസയ്യാ 58 അതിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നു. That is the fasting God likes. ആ ഉപവാസമാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. Okay, if you want to go, without food, it is also good. ഭക്ഷണം കൂടാതെ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത് നല്ലതാണ്. There will be time for that. അതിന് സമയമുണ്ട്. There will be time for sitting down, praying, receiving the word. Everything is there. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനും ദൈവവചനം സ്വീകരിക്കാനും എല്ലാം ഉള്ള അവസരങ്ങൾ ഉണ്ടാവും. There will be good speakers. I already have very good speakers ready. നല്ല ദൈവദാസന്മാരെ ദൈവം ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. Praise God. But our focus is not only listening to the word of God. We are going out to tell people. ആമേൻ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരോട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. Hallelujah. That is what God is telling us. അതാണ് ദൈവം നമ്മോട് പറയുന്നത്. I want to tell you 2 instances that happened I came to witness. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. This word I heard being spoken first.
When Reena and I were there in Kerala in one place, ഒരിക്കൽ ഞങ്ങൾ കേരളത്തിലൊരു സ്ഥലത്തുണ്ടായിരുന്നപ്പോഴാണ് ഈ വചനം ആദ്യമായിട്ട് കേട്ടത്. the man of God spoke like this. ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. The pastor himself spoke this word. ദൈവദാസൻ തന്നെ വചനം പറഞ്ഞു. But he did not do this. എന്നാൽ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. He read this with a lot of respect and fear and all that. അദ്ദേഹം വളരെ ഭയത്തോടു കൂടി വചനം അതിനെ ബഹുമാനിച്ചു. But nothing happened. He didn't do anything. അദ്ദേഹം അതിനെപ്പറ്റി അതിന്മേൽ പ്രവർത്തിച്ചില്ല. You have to, if you know somebody, go and tell them in love. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരോട് നിങ്ങൾ സ്നേഹത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുക. Tell them Jesus is alive. Tell them without being born again you will not enter the kingdom of God. അവരോട് നിങ്ങൾ പറയണം, യേശു കർത്താവ് ജീവിക്കുന്നു, വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ നമുക്ക് കടക്കാൻ പറ്റത്തില്ല. You must tell them that. നമ്മൾ അവരോട് പറഞ്ഞേ പറ്റൂ. They may throw stones at you. ചിലപ്പോൾ അവർ കല്ലെറിഞ്ഞേക്കാം. Bear it. അങ്ങനെ കൊള്ളണം കല്ലെറിയുന്നത്. Thank you. ഹല്ലേലൂയ. നന്ദി പറഞ്ഞു. You will have a reward in heaven. അത് സ്വർഗ്ഗം ഒരു പ്രതിഫലം തരും. Hallelujah. Praise the Lord. Say this. In another place where we were, ഞങ്ങളായിരുന്ന വേറൊരു സ്ഥലത്ത് that church had a great prophecy. ആ സഭയോട് ഒരു വലിയ പ്രവചനം ഉണ്ടായി. That church was supposed to have 3,000 people by 2011. 2011 3000ഓളം ആളുകളുള്ള ഒരു സഭയാണ്. They are today just 200 people or 150 people. They even moved from their original place. ഇപ്പോൾ 100-200 പേരുള്ള ഒരു സഭയായി പഴയ സ്ഥലത്തു നിന്നൊക്കെ അവർ മാറ്റപ്പെട്ടു. They did not do what they were supposed to do. അവർ ചെയ്യേണ്ടത് അവർ ചെയ്തില്ല. Hallelujah. Hallelujah. For us, നമ്മളെ സംബന്ധിച്ച് we are committed in bringing people from hell. ഹല്ലേലൂയ. നരകത്തിൽ നിന്ന് ആളുകളെ പിടിച്ചു പൊക്കാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. I want to tell you one trap in which we could fall in. നമുക്ക് വീഴാവുന്ന ഒരു ട്രാപ്പ്, ഒരു കെണി പറയട്ടെ. We know there are millions of people going to be touched by our ministry. Thousands of people will come to our church. We know it. ഹല്ലേലൂയ. ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെടും. ആയിരക്കണക്കിന് ആളുകളെ ദൈവം നമ്മുടെ സഭയിൽ അയക്കും. That is God's plan. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. But എന്നാൽ what is the motive? നമ്മുടെ ലക്ഷ്യം എന്താണ്? Is it for us to tell that we are a super church? നമ്മൾ ഒരു വലിയൊരു സൂപ്പർ ചർച്ച് ആണെന്ന് എല്ലാ ആളുകളെ അറിയിക്കാനാണോ? Is it to tell that in our church there are millions of people coming? ആളുകൾ അനേകർ വരുന്ന വലിയ മെഗാ സഭയാണെന്ന് അറിയിക്കാനാണോ? That is not the reason. അതല്ല കാരണം. We want people to come to be depopulated from hell. ഹല്ലേലൂയ. നരകത്തെ ശൂന്യമാക്കി നരകത്തിലേക്ക് പോകുന്നവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. That is why from the beginning I keep this vision. അതുകൊണ്ടാണ് ആരംഭം മുതൽ ഈ ദർശനം ഞാൻ സൂക്ഷിക്കുന്നത്. I say, brother, go and tell the gospel. That person comes to church or not, God will bring them according to his need. But you go and tell the people. നമ്മുടെ ഉത്തരവാദിത്വം പോയി പറയുക എന്നുള്ളത്, ആ വ്യക്തി വരികയോ വരാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ല, ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. Yesterday morning, the wonderful person came, Brother Cherian, brought a new soul into the church. Praise God. Good. ഇന്നലെ രാവിലെ ഒരു സഹോദരനെ ചെറിയാൻ ബ്രദർ കൊണ്ടുവന്നു. If people are willing to come to church, call them to church. ഹല്ലേലൂയ. ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക. But what is the motivation? എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? That they may be touched by our God. ദൈവത്താൽ അവർ തൊടപ്പെടണം. Hallelujah. Before I go into the word, ദൈവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് I would request all of you to close your eyes. ഹല്ലേലൂയ. ദയവായി നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം. Based on the word that came through the man of God today, നമുക്ക് കിട്ടിയ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ we are going to ask the Lord to release an anointing for evangelism in the church. സഭയിൽ സുവിശേഷീകരണത്തിന്റെ ഒരു ആത്മാവിനെ റിലീസ് ചെയ്യാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിനോട് ചേർന്നാണോ? ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ട് പറ. ഇത് കഴിഞ്ഞിട്ട് മതിയോ? Okay. Thank you. Just be ready for this. ഹല്ലേലൂയ. ഇതിനായിട്ട് ഒരുങ്ങുക. പ്രൈസ് I am going to ask the Lord. ഞാൻ കർത്താവിനോട് ചോദിക്കാൻ പോവാ. Whatever your limitation is, നിങ്ങളുടെ പരിമിതി എന്താണെങ്കിലും you will be able to speak to people. ആളുകളോട് സംസാരിക്കാൻ കഴിയണം. Whether English or Hindi or Malayalam, whatever. ഇംഗ്ലീഷ് ആകട്ടെ, ഹിന്ദി ആകട്ടെ, മലയാളമാകട്ടെ, ഏത് ഭാഷയുമാകട്ടെ. 2. രണ്ടാമത്, When you open your mouth, നിങ്ങളുടെ വായ തുറക്കുമ്പോൾ whatever their need is, അവരുടെ ആവശ്യം എന്താണെങ്കിലും it will be met. അത് നിവർത്തിക്കപ്പെടും. It will be healing, സൗഖ്യമാകാം, prophecy, പ്രവചനമാകാം, casting of demons, ഭൂതത്തെ പുറത്താക്കുന്നതാകാം, whatever it is, എന്തുമാകട്ടെ, it will take place. അത് നടക്കും. Whoever you are. നിങ്ങൾ ആരായാലും. Are you ready? You're going to get that right now. നിങ്ങൾ ഒരുക്കമാണോ? ദൈവം അത് നിങ്ങൾക്ക് ഇപ്പോൾ തരും. Okay? Hallelujah. We are going to break every convention here. ഹല്ലേലൂയ. എല്ലാ കൺവെൻഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകും. You are the people of God. നിങ്ങളാണ് ദൈവജനം. You are the priests of this church. ഈ സഭയുടെ പുരോഹിതന്മാർ നിങ്ങളാ. My job is to equip you. നിങ്ങളെ ബലപ്പെടുത്തുക എന്റെ ജോലി. The fourth thing I'm going to pray. നാലാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്നു. When you talk to people, നിങ്ങൾ ആളോട് സംസാരിക്കും. Jesus will be lifted up. യേശു കർത്താവ് ഉയർത്തപ്പെടും. Hallelujah. Amen. 5. അഞ്ചാമത്, God will use you to bring many people into this church. അനേകരെ ഈ സഭയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. Hallelujah. Praise the Lord. 5 things I've declared. 5 കാര്യങ്ങൾ ഞാൻ പ്രഖ്യാപിച്ചു. Now are you ready? ഇപ്പോൾ നിങ്ങൾ ഒരുക്കമാണോ? The Lord is going to empower you. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. Hallelujah. Praise the Lord. We'll just worship the Lord for Hallelujah. 2 minutes. 2 മിനിറ്റ് കർത്താവിനെ ആരാധിക്കാം. You just keep praising God. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തുതിക്ക് മാത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. You know, the Lord says He's so happy about this.
കർത്താവിന് ഇതുപോലെ സന്തോഷമാണെന്ന് കർത്താവ് പറയുന്നു. Just go with me, okay? Hallelujah. Just go with me. Thank you. എന്നോട് ചേർന്ന് പോവുക. When I impart something, you have to go along with what I say. ദൈവം നിങ്ങളിലേക്ക് ചിലത് പകരുമ്പോൾ ഞാൻ പറയുന്ന അനുസരിച്ച് പോവുക. Go with my speed of singing. എന്റെ സ്പീഡ് അനുസരിച്ച് പോവുക. If I stop, you stop. ഞാൻ നിർത്തുമ്പോൾ നിങ്ങൾ നിർത്തുക. That is obedience, that is submission, that is following. ഹല്ലേലൂയ. അതാണ് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, അതാണ് അനുസരണം, അതാണ് ഹല്ലേലൂയ സ്വതന്ത്രം കീഴടങ്ങുക എന്ന് പറഞ്ഞു. Holy Spirit, thou art welcome in this place. Lord, I know you're happy. Holy Spirit, thou art welcome in this place. Omnipotent Father of mercy and grace, thou art welcome in this place. Put your hand on your head, those who want that anointing. On your head. Fire on you. Holy Spirit, sing with me. You are already here, oh God. Touch. Holy Spirit, you are already here, my Lord, my God. Omnipotent Father of mercy and grace, you are already. Touch your people, Lord. Here, oh Lord. Quietly lift your hands and give a clap offering to the Lord. Hallelujah. Bringing in the sheaves, bringing in the sheaves, we shall come rejoicing. Bringing in the sheaves, bringing in the sheaves, bringing in the sheaves, we shall come rejoicing. Bringing in the sheaves, chilling breeze. Hallelujah. Hallelujah. Thank you.
Praise the Lord. Hallelujah. Praise God. Hallelujah. Here is a word for somebody in this church. സഭയിലുള്ള ചിലർക്ക് കർത്താവ് തരുന്ന വചനം നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. Your descendants. Isaiah 58. Quickly take it. Your children will build the desolate places. Hallelujah. Thank you. Hallelujah. We have 5 minutes to stop. Animama, what is the word God gave you? Animama ഒരു വചനം ദൈവം കർത്താവ് തന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. Amen. Praise the Lord. Praise the Lord. ഒരു വിളിയ. That's for you. Romans 3:21. Romans 3:25. That's a ഒരു വിളിയ. ദൈവവേലയ്ക്കുള്ള വിളിയ. It's a call for the ministry. Praise God. Okay, that's the Lord revealed the word to her for brother Babukutti, ബാബുക്കുട്ടി ബ്രദറിനായിട്ട് ഒരു വചനം കർത്താവ് വെളിപ്പെടുത്തി. and she wanted to give it to him. ആ വചനം ബ്രദറിന് കൊടുക്കാൻ. What I understand, it is a call for God's ministry. ഹല്ലേലൂയ. ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ ദൈവം I'm വിളിക്കുകയാണ്. hoping after this 21-day fasting prayer, many of you will be released into serving God in a better capacity. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ 21 ദിവസ ഉപവാസത്തിന് ശേഷം നിങ്ങൾ പലരും പൂർണ്ണ സമർപ്പണത്തോടെ അധിക ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരും എന്ന് വിശ്വസിക്കുന്നു. Can I take a little time to share God's word? ദൈവവചനം പങ്കുവയ്ക്കാൻ അല്പസമയം എടുക്കട്ടെ. I don't want to burden you. നിങ്ങളെ ഭാരപ്പെടുത്താൻ Are ആഗ്രഹിക്കുന്നില്ല. you sure? നിങ്ങൾക്ക് ഉറപ്പാണോ? Can you lift your hands? സന്തോഷം ഉള്ളവരെ കരം ഉയർത്തിയാൽ. You want to stand up and refreshen yourself and sit down, you can do that. എഴുന്നേറ്റ് റിഫ്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇരിക്കാം. Hallelujah. Thank you, Jesus. You want to say something? Okay. Thank you so much, all of you. Please turn with me to Mark chapter 11. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. Beautiful word of promise. മനോഹരമായ വാഗ്ദത്ത വചനം. Beautiful word of promise. മനോഹരമായ വാഗ്ദത്തം. When I'm preaching Mark 11:24, ഹല്ലേലൂയ. മർക്കോസ് 11:24. when I speak this, ഞാനിത് പറയുമ്പോൾ തന്നെ ask for it. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണം. There's only one honest person in the entire church. വിശ്വസ്തനായ ഒരുവനേ ഉള്ളൂ. My little nephew wants to stop the meeting. Praise the Lord. He's a wonderful guy. Okay. He said, no, let us go home. He's going to be a pastor one day. You wait and see. Mark 11:24. മർക്കോസ് 11:24. We are going to read that. Amen. ആമേൻ. അത് വായിക്കാൻ പോവുകയാണ്. Remember, this is a promise. ദൈവത്തിന്റെ വാഗ്ദത്തമാണിത്. Oh, this is a promise. ആമേൻ. ഇതൊരു വാഗ്ദത്തമാണ്. Which means when God will say something, he will not go back. അതിന്റെ അർത്ഥം ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഒരിക്കലും ദൈവം പുറകോട്ട് പോവുകയില്ല. And he will not take his word back because he's not a man, he is God. ദൈവമായതുകൊണ്ട് മനുഷ്യനല്ലാത്തതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ തന്നെ വാക്ക് പിൻവലിക്കേണ്ട ആവശ്യമില്ല. You can test him with this. നിങ്ങൾക്ക് ഈ വചനത്തെ പരിശോധിക്കാം. You should try this. ഇതിനെ ട്രൈ ചെയ്യാം. And this will be right. അത് ശരിയാണെന്ന് തെളിയും. Let's read it together in whatever language you want. 11:24. 11:24. നമുക്ക് എല്ലാവർക്കും ഏത് ഭാഷയിലാണ് ഒന്നിച്ച് വായിക്കാം. Are you ready? ഒരുക്കമാണോ? Therefore I say unto you, ഇത് what things soever you desire, when you pray, believe that you receive them and you shall have them. ആമേൻ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. Praise God. Praise Let the us look at the context. അതിന്റെ സന്ദർഭം നോക്കാം. Any word you hear, you must look in the context. ഏത് വചനം കേട്ടാലും സന്ദർഭം. One day Jesus was walking with his disciples to Jerusalem. ഒരു ദിവസം യേശു ശിഷ്യന്മാരോടൊപ്പം ജെറുസലേമിലേക്ക് പോവുകയാണ്. When he was walking, he looked at the fig tree. അങ്ങനെ പോയപ്പോൾ യേശു അത്തിമരത്തെ കണ്ടു. He was hungry. യേശുവിന് വിശപ്പുണ്ടായിരുന്നു. When Jesus was hungry, he looked at the fig tree. He did not find any fruit. യേശുവിന് വിശന്നപ്പോൾ യേശു അത്തിമരത്തെ നോക്കിയപ്പോൾ യേശു ഒരു ഫലവും കണ്ടില്ല. Immediately Jesus did something he very rarely does. He hardly does it. He cursed the fig tree. സാധാരണ യേശു ചെയ്യാത്തൊരു കാര്യം യേശു ചെയ്തു. യേശു ആ അത്തിമരത്തെ ശപിച്ചു. Lot of people ask questions, why did Jesus do it? അല്ല പലരും ചോദിക്കും എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത്? Lot of explanations to that. അതിന് പല വിശദീകരണങ്ങളും But ഉണ്ട്. our focus is not that. എന്നാൽ നമ്മുടെ ലക്ഷ്യം അവിടെ. They went to Jerusalem. അവർ യെരുശലേമിലേക്ക് പോവുകയാണ്. So when Jesus went to Jerusalem, he looked at the fig tree. യേശു യെരുശലേമിലേക്ക് പോകുമ്പോൾ യേശു അത്തിവൃക്ഷത്തെ നോക്കി. He looked for fruit. അതിൽ ഫലം അന്വേഷിച്ചു. You know, this mic, let us say, is a fruit on one fig tree. ചിന്തിക്കുക, ഈ മൈക്ക്
ഒരു അത്തിമരത്തിലെ ഫലമാണെന്ന് So ചിന്തിക്കുക. Jesus was looking to see the mic on the mic at the mic stand. ഹല്ലേലൂയ. ഈ ഒരു മൈക്ക് സ്റ്റാൻഡിൽ യേശു ഒരു മൈക്ക് പ്രതീക്ഷിക്കുക. But when he went there, he did not see the mic. ഇവിടെ ചെന്നപ്പോൾ നോക്കണം, ഇതേ മൈക്കില്ല. So Jesus cursed that fig tree. ആ വൃക്ഷത്തെ യേശു ശപിച്ചു. Nobody shall eat from you anymore, they said. നിന്നിൽ നിന്നും ഇനി ആരും ഒരു നാളും ഭക്ഷിക്കാതിരിക്കരുത്. He said it and he went away. ഈ വാക്ക് പറഞ്ഞിട്ട് യേശു മുന്നോട്ട് പോയി. Hallelujah. Hallelujah. The next day, അടുത്ത ദിവസം Jesus and his disciples came back the same way. യേശു ശിഷ്യന്മാരെ അതേ വഴി വരികയാണ്. Hallelujah. Praise the Lord. And what happened? അപ്പൊ എന്ത് സംഭവിച്ചു? Verse 19 onwards, let us read. 19 മുതലുള്ള വാക്യം When വായിക്കാം. evening was come, he went out of the city. വൈകുന്നേരമായപ്പോൾ യേശു പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു. So where was the fig tree? അപ്പോൾ ഈ വൃക്ഷം എവിടെയാണ്? It was outside the city. പട്ടണത്തിന് പുറത്താണ്. And in the morning, as they passed by, they saw the fig tree dried up from the roots. രാവിലെ അവരതിലെ കടന്നു പോയപ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. And verse 21, 21 വാക്യം. Peter calling to remembrance, ഇത് പത്രോസ് ഓർത്തിട്ട് he told the master, യജമാനോട് ഇങ്ങനെ പറഞ്ഞു, behold, the fig tree which you cursed is withered away. ഗുരുവേ, അങ്ങ് ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. Who said this to Jesus? ആ യേശുവിനോട് ആരാണ് ഇത് പറഞ്ഞത്? Peter said it to Jesus. പത്രോസാണ് പറഞ്ഞത്. Jesus did not say it. യേശു അല്ല പറഞ്ഞത്. Peter told Jesus. പത്രോസ് യേശുവിനോട് പറഞ്ഞു. Question. ചോദ്യം, Did Jesus know that this would happen? യേശുവിനെ അറിയാമോ ഇത് നടക്കുമെന്ന്? Hallelujah. Praise the Lord. God wants you to be in the position of Jesus, not Peter. ഹല്ലേലൂയ. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് പത്രോസിന്റെ സ്ഥാനത്തല്ല, യേശുവിന്റെ സ്ഥാനം നമ്മൾ. Hallelujah. ആമേൻ. Peter heard what Jesus said. യേശു പറയുന്നത് പത്രോസ് കേട്ടു. He forgot everything about it. അതിനെപ്പറ്റി എല്ലാം മറന്നുപോയി. Many Christians are like that. അനേക ക്രിസ്ത്യാനികൾ They അങ്ങനെയാ. hear all the word of God. ദൈവവചനെല്ലാം കേൾക്കും, They forget it. അത് മറന്നുപോകും. Hallelujah. സ്തോത്രം. But Jesus, എന്നാൽ യേശു he cursed the fig tree. അത്തിവൃക്ഷത്തെ The ശപിച്ചു. day they came back, ആ ദിവസം അവർ മടങ്ങി വന്നപ്പോൾ Peter saw the dried up fig tree. പത്രോസ് ഉണങ്ങിയ അത്തിമരം കണ്ടു. He was surprised. പത്രോസിന് അത്ഭുതം I have തോന്നി. a word for you, church. നിങ്ങൾക്കൊരു വേർഡ് തരിക. Where God has given a word for you, it will come to pass. ആമേൻ. കർത്താവ് നിങ്ങൾക്കൊരു വചനം തന്നാൽ അത് നിശ്ചയമായി നിറവേറും. Whether you forgot about it, നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയാൽ everything about it. അതിനെപ്പറ്റി എല്ലാം മറന്നുപോയി. 1929, the Lord gave me a word. 1929 ദൈവം ഒരു വചനം തന്നു. I forgot everything about it. ഞാനെല്ലാം മറന്നു. But God will bring it to pass. എന്നാൽ ദൈവം അത് നടത്തും. You don't have to remember the words which God gives you. ദൈവം തന്നെല്ലാം നിങ്ങൾ God ഓർത്തിരിക്കണമെന്നില്ല. tells that He will make you the head, He shall make you the head. നിങ്ങളെ തലയാക്കും ദൈവം പറഞ്ഞാൽ ദൈവം ചെയ്യും. God says He will make your enemies, He will make a feast for you in the presence of your enemies. It will be done. ശത്രുവിന്റെ മുമ്പാകെ നിനക്ക് മേശയൊരുക്കുക ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. Woo! Praise the Lord. When God says that your children will rebuild the cities, He will do it. പുരാതന ശൂന്യങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പണിയുമെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. Hallelujah. Amen. Some time ago, a little baby was born in the church. ഹല്ലേലൂയ. അല്പസമയം മുമ്പേ ഒരു കൊച്ചു കുഞ്ഞ് സഭയിൽ ജനിച്ചു. And as soon as the baby was born, I prophesied over the baby. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന് മേൽ ഞാൻ പ്രവചിച്ചു. I said about the anointing of the baby and the ministry of the baby also. ആ കുഞ്ഞിന്റെ മേലുള്ള അഭിഷേകവും ശുശ്രൂഷയെ പറ്റി പ്രവചിച്ചു. It is not me, the Lord, who said that. ഞാനല്ല, തമ്പുരാനാണ് It ചെയ്തത്. shall come to pass. അത് നടക്കും. Hallelujah. Praise the Lord. That's the beauty of Jesus. അതാണ് യേശുവിന്റെ മനോഹാരിത. That's the beauty of the prophecy of Jesus. അതാണ് യേശുവിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകത. Whether you remember or not, God is faithful. നിങ്ങൾ ഓർത്തിരുന്നാലും ഇല്ലെങ്കിലും ദൈവം വിശ്വസിക്കും. God will do it. ദൈവം അത് നടത്തും. Hallelujah. Amen. Here is a word of comfort. അതെ, ആശ്വാസത്തിന്റെ ഒരു വചനം. Acts 16:31 says, അപ്പോസ്തലപ്രവൃത്തി 16:31 പറയുന്നു, if you believe, നിങ്ങൾ വിശ്വസിച്ചാൽ you and your family will be saved. നിങ്ങളും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. You heard one testimony. നിങ്ങളുടെ സാക്ഷ്യം കേട്ടു. Somebody went to Bhopal to see uncle saved. അല്ലേ, ഒരാൾ ഭോപ്പാലിൽ പോയി അങ്കിൾ രക്ഷിക്കപ്പെട്ടു. Why do you think your relatives are saved? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധുക്കൾ Some time രക്ഷിക്കപ്പെട്ടു? ago, I heard another beautiful testimony from Anichan. അനേച്ചാലിന് വേറൊരു സാക്ഷി ഇങ്ങനെ കേട്ടു. Hallelujah. Praise the Lord. His can I say it loud? It's on the TV. Somebody in the family ആ അനേച്ചാലിന്റെ കുടുംബത്തിലെ ഒരാൾ who did not, nobody thought they would come to the Lord. അവര് കർത്താവിലേക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. But now they are so much with the Lord. ഇപ്പോൾ കർത്താവിനോട് വളരെ പറ്റിയിരിക്കുക. If you believe, നിങ്ങൾ വിശ്വസിച്ചാൽ not only your husband, നിങ്ങളുടെ ഭർത്താവ് not മാത്രമല്ല, only your wife, നിങ്ങളുടെ ഭാര്യ not only your children, കുഞ്ഞുങ്ങൾ മാത്രമല്ല, whoever you think is family will come into the kingdom of God. ഹല്ലേലൂയ. നിങ്ങൾ ആരെ പറ്റിയൊക്കെ ചിന്തിക്കുന്നു ആ കുടുംബാംഗങ്ങൾ എല്ലാം ദൈവരാജ്യം വരും. Believe it. വിശ്വസിക്കുക. Because Jesus said it. കാരണം യേശുവാണെന്ന് പറഞ്ഞത്. Hallelujah. ആമേൻ. Praise the Lord. Praise the Lord. So we see here, Peter forgot everything about it. നമ്മൾ ഇവിടെ കാണുന്ന പത്രോസ് ഇതെല്ലാം മറന്നുപോയി. But Jesus, whatever word Jesus said, has happened. എന്നാൽ യേശു കർത്താവ് എന്ത് വാക്ക് പറഞ്ഞു അത് നടന്നു. Hallelujah. Praise the Lord. Now Peter is asking Jesus. ഇപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്. He's saying, Master, you see the fig tree has cursed and is withered away.
കർത്താവെ അങ്ങ് ശപിച്ച അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയല്ലോ. You see what Jesus says, our Lord says immediately. പെട്ടെന്ന് നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേ? He doesn't make fun of Peter there. പത്രോസിനെ കളിയാക്കിയില്ല. He doesn't say, go and study in theology. You don't know any theology. You never been to a Bible college, so you don't know anything. Jesus didn't say like that. പത്രോസ് പറഞ്ഞില്ല, പത്രോസേ നിനക്ക് ദൈവശാസ്ത്രം അറിയത്തില്ല, അത് പഠിക്കാൻ പറഞ്ഞില്ല. Hallelujah. If Jesus is with you, that is the greatest theology. ഹല്ലേലൂയ. യേശു എന്ത് പറഞ്ഞു? അതാണ് ഏറ്റവും വലിയ What ശാസ്ത്രം. did Jesus tell Peter? എന്താണ് യേശു പത്രോസിനോട് Peter, പറഞ്ഞത്? പത്രോസേ, have faith dash God. ആമേൻ ആമേൻ. ഹല്ലേലൂയ. Listen to പത്രോസേ, this ഹല്ലേലൂയ. carefully. സ്തോത്രം. You're going to get something amazing today. വളരെ ശ്രേഷ്ഠമായ ദൈവം നിങ്ങൾക്ക് തരും. It's already been released. അത് പുറപ്പെട്ടു കഴിഞ്ഞു. Have, what's the Malayalam translation says? ദൈവത്തിൽ വിശ്വാസമുള്ള. That is wrong. ആമേൻ. That is wrong. ഹല്ലേലൂയ. The real translation is, the real meaning is, have faith Of God. of God. ആമേൻ. യഥാർത്ഥ ട്രാൻസ്ലേഷൻ ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിക്കും. Does that make a difference? വ്യത്യാസമില്ലേ? It is one thing. Let me put it like this. ഞാൻ ഇങ്ങനെ പറയാം. This, when you see a powerful man on fire, ഒരു വളരെ ശക്തനായ അഭിഷേകത്തിനെ നമ്മൾ കാണുകയാണ്. okay, we see that. We say, Lord, I would also like that anointing. നമ്മൾ പറയും, കർത്താവേ ഇതുപോലൊരു അഭിഷേകം എനിക്കും വേണം. Hallelujah. I trust in his anointing. അദ്ദേഹത്തിന്റെ അഭിഷേകത്തെ ഞാൻ I വിശ്വസിക്കുന്നു. like his ministry. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ I'll ഇഷ്ടമാണ്. be part of his ministry. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ I agree ഭാഗമാണ്. with him. ഞാൻ അദ്ദേഹത്തോട് I am യോജിക്കുന്നു. under his covering. അദ്ദേഹത്തിന്റെ കവറിങ്ങിന് കീഴിലാണ് ഞാൻ. Good. നല്ലതാ. But I want the same anointing. അദ്ദേഹത്തിന്റെ അതേ അഭിഷേകവും വേണം. Do we pray like that? നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. We should pray like that. നമ്മൾ അങ്ങനെ It's good. പ്രാർത്ഥിക്കണം. നല്ല Hallelujah. കാര്യം. God is telling you, ദൈവം ഇങ്ങനെ നമ്മൾ പറയുക, don't just trust in me. എന്നിൽ വിശ്വസിക്കുക മാത്രമല്ല, Take my faith also. എന്റെ വിശ്വാസവും നീ എടുത്തോ. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. God is telling, ആമേൻ ആമേൻ. ദൈവം പറയുക, Jesus is telling, have faith of God. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ദൈവത്തിന്റെ വിശ്വാസം നിങ്ങൾ എടുക്കുക. Do you know God does everything by faith? നിങ്ങൾക്ക് അറിയാമോ ദൈവം എല്ലാം വിശ്വാസത്തിൽ ചെയ്യുന്നവനാണ്? Yes or no? ഹല്ലേലൂയ. Hallelujah. Some of you suddenly become dull എന്താ മിണ്ടാതിരിക്കുന്നത്? ഹല്ലേലൂയ. because you have only learned to believe in God. ദൈവത്തിൽ വിശ്വസിക്കാൻ മാത്രം നമ്മൾ ഇതുവരെ That പഠിച്ചിട്ടുള്ളൂ. is kindergarten. അത് കിൻഡർഗാർട്ടൻ ലെവലാണ്. Nobody here believes in anything else. അതിനപ്പുറം ആരും വിശ്വസിക്കുന്നില്ല. They're all God-fearing people. എല്ലാവരും ദൈവഭയമുള്ളവരാണ്. But so are all the rest of the people in the world. അതുപോലെ തന്നെയാ ലോകത്തിലുള്ളവരും. 99% of the people in the world are God-fearing people. ഈ ലോകത്തിലെ 99% ആളുകൾ ദൈവഭയമുള്ളവരാ. Am I wrong? ഞാൻ തെറ്റാണ് പറയുന്നത്. Maybe there are 5%, 6% atheists. ചിലപ്പം ഒരു ചുരുങ്ങിയ ശതമാനം 4-5% നിരീശ്വരവാദികൾ കാണും. But I want you to know, even your unconverted relatives are God-fearing. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ ബന്ധുക്കളും ദൈവഭയമുള്ളവരാ. സ്തോത്രം. Yes. സ്തോത്രം. What is your difference? നിങ്ങളുടെ വ്യത്യാസം എന്താ? I'll prove it to you. I am Praise the going to Lord. explain it to you. ഞാനത് വിശദീകരിക്കാം. Everybody in the world, ലോകത്തിലുള്ള എല്ലാവരും, every man, എല്ലാ മനുഷ്യരും, even Hitler ഹിറ്റ്ലർ പോലും was a child of God. ദൈവപൈതലാ. How? എങ്ങനെ? Because by creation, സൃഷ്ടിയാൽ. hallelujah, Amen. by creation, സൃഷ്ടിക്കപ്പെട്ടതിനാൽ Hitler ഹിറ്റ്ലർ or any terrorist in the world ലോകത്തിലെ ഏത് ഉഗ്രവാദിയും is an offspring of God. ദൈവത്താന്റെ ഒരു സൃഷ്ടിയാണ്. They belong to the race of Adam. അവർ ആദാമ്യ വംശത്തിൽപ്പെട്ടവരാ. What is the difference about us? നമ്മുടെ പ്രത്യേകത എന്താ? We are sons of God നാം ദൈവത്തിന്റെ മക്കളാണ്. by the blood of his own dear son. തന്റെ പ്രിയപുത്രനായ യേശുവിന്റെ രക്തത്താൽ. Hallelujah. Amen. We are a new race. നമ്മളൊരു പുതിയ വംശമാണ്. We are a new people. നമ്മളൊരു പുതിയ കൂട്ടം ജനം. And we have a new life. നമുക്കൊരു പുതിയ ജീവനുണ്ട്. And we also have a new faith. നമുക്കൊരു പുതിയ വിശ്വാസവുമുണ്ട്. Our life is the life of God in Christ Jesus. നമ്മുടെ ജീവൻ ക്രിസ്തുയേശുവിലുള്ള ദൈവീയ ജീവൻ തന്നെയാണ്. And our faith is also the faith of God in Christ Jesus. നമ്മുടെ വിശ്വാസവും ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിന്റെ അതേ വിശ്വാസം. What is the logo of our church? How many of you have been to our website? എത്ര പേര് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്? It is written there, His fullness, His faith. അവിടെ എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ നിറവ്, ദൈവത്തിന്റെ വിശ്വാസം. Jesus is telling Peter, യേശു പത്രോസിനോട് പറയുകയാണ്, Peter, take the faith of God. Take it. പത്രോസേ നീ ദൈവത്തിന്റെ വിശ്വാസം എടുക്ക്. Hallelujah. Amen. I know you're a God-fearing fisherman. എനിക്കറിയാം നീ ദൈവഭയമുള്ള മുക്കുവനാണ്. You're a nice guy. നല്ലവനാണ്. You're walking with me. എന്റെ കൂടെ But നടക്കുന്നവനാണ്. you saw something happening. എന്നാൽ ചില കാര്യങ്ങൾ നടക്കുന്ന That is because I operate in the faith of my Father.
ആ കാര്യം നീ കണ്ട കാര്യം നടന്നത് പിതാവിന്റെ വിശ്വാസം ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ്. You're going to come alive right now. ഹല്ലേലൂയ. നിങ്ങളത് ഇപ്പോൾ ഉണർത്തും. Hallelujah. Amen, amen. You heard me speaking that. നിങ്ങളത് ഞാൻ പറയുന്നത് കേട്ടു. It's going to go into your spirit right now. അതിപ്പോ നിങ്ങളുടെ How many ആത്മാവിലേക്ക് of you want this faith of God? എത്ര പേർക്ക് ദൈവത്തിന്റെ വിശ്വാസം വേണം? It doesn't just come from intellectual understanding. അത് മനുഷ്യ ബുദ്ധിയിൽ It വെളിപ്പെടുന്നതല്ല. comes from the voice of God speaking into your hearts. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് This morning the Lord is telling, ഇന്ന് രാവിലെ ദൈവം പറയുക, have my faith in you. ഹല്ലേലൂയ, എന്റെ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കുക. Hallelujah. Amen. Praise the Lord. Hallelujah. Praise God. Praise God. That is what God told Peter. അതാണ് പത്രോസിനോട് യേശു പറഞ്ഞത്. Jesus said, I have the faith of my Father. ഹല്ലേലൂയ. യേശു പറഞ്ഞു എനിക്ക് പിതാവിന്റെ വിശ്വാസമാണ്. I came into this world because my Father sent me by faith. ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്തിൽ വന്ന എന്റെ പിതാവിന്റെ വിശ്വാസത്താൽ അയച്ചതുകൊണ്ടാണ്. Do you know God sent Jesus by faith? നിങ്ങൾക്ക് അറിയാമോ വിശ്വാസത്താൽ യേശുവിനെ പിതാവ് അയച്ചതാ? Yes, God sent Jesus into this world by faith. പിതാവായ ദൈവം യേശുവിനെ ലോകത്തിൽ വിശ്വാസത്താൽ അയച്ചു. God believed in his own ability. ദൈവം തന്റെ തന്നെ കഴിവിൽ വിശ്വസിച്ചു. When God knew that Jesus would be crucified. പിതാവിനെ അറിയാം യേശുവിനെ ക്രൂശിക്കും. God knew that on the third day he will be able to raise up Jesus. ദൈവത്തിന് അറിയാം മൂന്നാം ദിവസം യേശുവിനെ തന്നെ ഉയർപ്പിക്കും. This is what you see reflected in the life of Abraham. ഇതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചത്. Abraham knew that God would be able to raise up his own son. അബ്രഹാമിന് അറിയാമായിരുന്നു തന്റെ പുത്രനെ ദൈവം ഉയർപ്പിക്കും. That is the faith of God operating through Abraham. അതാണ് ദൈവത്തിന്റെ വിശ്വാസം അബ്രഹാമിൽ കൂടെ പ്രവർത്തിക്കുക. Do you know this church is operated through the faith of God? നിങ്ങൾക്ക് അറിയാമോ ഈ സഭ ദൈവത്തിന്റെ വിശ്വാസത്താലാണ് That is പ്രവർത്തിക്കുന്നത്. why I don't use any human techniques to draw people. അതുകൊണ്ടാണ് മാനുഷികമായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ആളുകളെ വലിക്കാത്തത്. That is why in spite of opposition we are still standing strong. അതുകൊണ്ടാണ് തടസ്സങ്ങൾക്ക് അതീതമായി നമ്മൾ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നത്. Yesterday I told one of my daughters, ഇന്നലെ ഞാൻ എൻ്റെ ഒരു മകളോട് പറഞ്ഞു, I said, you have a powerful strong daddy. Did you know that? ഹല്ലേലൂയ, നിന്റെ ഡാഡി വളരെ ശക്തനാണ്. I said, one day you will realize where daddy is standing. അല്ലെ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും നിന്റെ അപ്പൻ എവിടെ നിൽക്കുന്നത്. You grew up in daddy's ministry, so you don't know. ഹല്ലേലൂയ, നീ അപ്പന്റെ ശുശ്രൂഷയിലേക്ക് വളരും, അതുകൊണ്ട് നിനക്ക് But അറിയില്ല. someday you will know how Jesus made daddy to stand. എന്നാൽ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും യേശു എങ്ങനെ നിന്റെ അപ്പനെ നിർത്തിയത്. Hallelujah. Praise the It is Lord. the faith of God working through her daddy. ഹല്ലേലൂയ, സ്തോത്രം. അത് ദൈവത്തിന്റെ വിശ്വാസം തന്റെ പിതാവിൽ കൂടെ So പ്രവർത്തിക്കുന്നുണ്ട്. that is what Peter says, have faith of God. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവത്തിന്റെ വിശ്വാസമുള്ളവരാകുക. This morning many of you are struggling with faith. I said, take it freely. Use the faith of God. നിങ്ങൾ പലരും വിശ്വസിക്കാൻ പാടുപെടുകയാണ്. ദൈവം പറയുക ദൈവത്തിന്റെ വിശ്വാസം പ്രാപിക്കുക. When you have the faith of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ വിശ്വാസം ഉള്ളപ്പോൾ. Mr. Rain, thank you so much. We bless you. But today, no rain. ഹല്ലേലൂയ, അത് മഴ നല്ല നല്ല ഇന്ന് ദൈവത്തിന്റെ വിശ്വാസം ഉപയോഗിച്ച് പറയാം ഇന്ന് മഴ പെയ്യത്തില്ല. Hallelujah. Amen. Hallelujah. Praise the Lord. Amen. It's a mark of a prophet that he can stop the rain in Jesus' name. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ മഴയെ തടയുക എന്ന് പറയുന്നത് പ്രവാചകന്റെ ലക്ഷണമാണ്. Woo! Praise Praise the the Lord. Lord. Amen. You are a prophetic generation. നിങ്ങളൊരു പ്രവചന കൂട്ടമാണ്. Prophecy is not telling the past or the future. കഴിഞ്ഞ കാലവും ഭാവിയെ പറയുന്ന നല്ല പ്രവചനം. Prophet, you know, prophets are really powerful people. ഓ, ദൈവത്തിന്റെ പ്രവാചകന്മാർ ശക്തരാ. A real prophet, if he says something, it will happen. ആമേൻ. യഥാർത്ഥ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ നടക്കും. Woo! Praise Praise the the Lord. Lord. Amen. Because the Lord is with his mouth. കാരണം ദൈവം അവന്റെ വായോട് കൂടെ. Hallelujah. Amen. Don't think prophecy is just you know, how many you won't have any more children. Let us say how many grandchildren you will have. How I pray you will have spiritual children. Hallelujah. How many you know children you may have. I see it. All those things are kindergarten. നിനക്ക് എത്ര കൊച്ചുമക്കൾ കാണും, എത്ര വലിയ കൊച്ചുമക്കൾ കാണും, ഇതൊക്കെ പറയുന്നത് കിൻഡർഗാർട്ടൻ ലെവലാ. Hallelujah. Praise the A prophet's word has power. ഹല്ലേലൂയ, പ്രവാചകന്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്. Because we say some things will happen. കാരണം നമ്മൾ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് നടക്കും. We know America will prosper because of Jesus. നമുക്കറിയാം യേശുക്രിസ്തു മുഖാന്തരം അമേരിക്ക പിന്നെ അഭിവൃദ്ധിപ്പെടും. We speak God's will into the nation. ഈ ദേശത്തോട് യേശുവിന്റെ താല്പര്യം നമ്മൾ പ്രഖ്യാപിക്കുക. That's the faith of God. ദൈവത്തിന്റെ വിശ്വാസം. Hallelujah. In olden days, കഴിഞ്ഞ കാലങ്ങളിൽ there was a man, I don't want to mention his name, very powerful prophet near his home. ഹല്ലേലൂയ, നാട്ടിലെ വളരെ ശക്തനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. Okay, maybe many of you know him. People were scared of this man. അനേകർ ഇദ്ദേഹത്തെ ഭയമായിരുന്നു. There was another man, he used to, he didn't, I don't know, he was known as the Punjamannil Samupadeshi like that. ഹല്ലേലൂയ, പുഞ്ചമണ്ണിൽ മാമനുപദേശി. That's another man. People were scared to go and sit in front of his prayer meeting. ഹല്ലേലൂയ, അവരുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പോയി ഇരിക്കാൻ ആൾക്ക് പേടിയാ. He says one word, ഒരു വാക്ക് പറഞ്ഞാൽ it will happen. നടക്കും. Hallelujah. Praise the Lord. Praise the Lord. God is calling you, church, into that power and authority. ആ സ്ഥലത്തിലുള്ള ശക്തിയിലേക്ക് നിങ്ങളെ ദൈവം വിളിക്കുക. How many people want the faith of God? എത്ര പേർക്ക് ദൈവത്തിന്റെ വിശ്വാസം വേണം? Hallelujah. Amen.
Hallelujah. Hallelujah. Praise the Lord. Praise the Lord. That is the power of God. അതാ ദൈവശക്തി. That is what God wants you to have. അതാ നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്നത്. Hallelujah. Amen. Praise God. Praise the So Lord. don't think Christian life is a useless life. It is always problem. No. In the midst of all this problem, God is shaping your heart and your tongue to speak His word powerfully. ആമേൻ ആമേൻ. ക്രിസ്ത്യ ജീവിതം എപ്പോഴും നിരാശയും ബുദ്ധിമുട്ടാണ് ചിന്തിക്കരുത്. ഈ പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും നടുവിൽ മൂർച്ചയുള്ള നാവാക്കി നിങ്ങൾ പറയുന്ന സംഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ പണിയുകയാ. Hallelujah. Praise the Lord. Now, verse 23, 23-ാം വാക്യം. Jesus continues to say, യേശു തുടർന്ന് പറയുകയാണ്, if that whoever shall say unto this mountain, be thou removed, and be thou cast into the sea, and shall not doubt in his heart, but shall believe that those things which he said he shall come to pass, he shall have whatsoever he saith. ആമേൻ. അല്ല, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുത്തൻ ഈ മലയോട് മാറി കടലിൽ വീണു പോവുക എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ട് സംഭവിക്കുമെന്ന് യേശു പറയുക. Hallelujah. Praise God. People have given a lot of understanding to that. ആളുകൾ ഇതിനെപ്പറ്റി പല രീതിയിൽ മനസ്സിലാക്കുന്നു. They said actually what Jesus meant was the mountain in your mind. They bring all these things because they don't know the power of God. ഹല്ലേലൂയ. ചിലർ യേശു പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള മലയെ പറ്റിയാണെന്ന് പറയുന്നു. Jesus said, if you tell this mountain to move, it will move. യേശു പറഞ്ഞു നിങ്ങൾ മലയോട് പറഞ്ഞാൽ അത് മാറും. Do you know what was one of the mountains about Peter? പത്രോസിന്റെ ഒരു മല എന്താണെന്ന് അറിയാമോ? Right now, some of you are going to have that mountain removed from your mind. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ മല മാറാൻ പോവുക. Are you ready? നിങ്ങൾ But you tell me what the mountain is. എന്താണ് മല? Avishwasam. ഹല്ലേലൂയ. Unbelief. It's unbelief. Hallelujah. Praise the Lord. Praise the Lord. That's it. That's the mountain. അതാണ് മല. I think Jesus was telling Peter. യേശു പത്രോസ് പറയുകയാണ്. God just told Peter. Jesus just told Peter. ഇപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു. Peter, have faith of God. പത്രോസേ ദൈവത്തിന്റെ വിശ്വാസം. You know what Peter said? പത്രോസ് എന്ത് പറഞ്ഞു? എനിക്ക് ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ള. You know how many times I heard this. Hallelujah. I've been walking with Jesus. Hallelujah. യേശുവിനോട് നടക്കുന്നു. Jesus looked at Peter. യേശു പത്രോസിനോട്, Peter, if you have faith, this mountain of doubt can be taken away from your mind. പത്രോസേ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മല ഇപ്പോ മാറിപ്പോകും. Command that doubt to go. ആ സംശയം മാറാൻ In കൽപ്പിക്കുക. the name of Jesus, command your doubt to go. യേശുവിന്റെ നാമത്തിൽ സംശയം മാറാൻ കൽപ്പിക്കുക. Whatever you have seen in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ടത് believe it with all your heart. അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. Speak it out. പ്രഖ്യാപിക്കുക. Hallelujah. You know, we all are good in speaking out. നമ്മൾ സംസാരിക്കൽ മിടുക്കരാ. But I don't want to use a negative word there. You know the reason. നിങ്ങൾക്കറിയാം അതിന്റെ കാരണം. You know what I would do? ഞാനത് എന്ത് I ചെയ്യും? said, Lord, I spoke. കർത്താവേ ഞാൻ പറഞ്ഞു. Your word is not wrong. അങ്ങയുടെ വചനം തെറ്റല്ല. But something I have to shape up again. ഞാൻ ചില കാര്യങ്ങൾ A ക്രമീകരിക്കണം. little bit of doubt here and there. അവിടെ ഇവിടെ ചില സംശയം. Help me to remove it in Jesus' name. യേശുവേ ആ സംശയം മാറ്റാൻ സഹായിക്കണം. Anoint me to believe. വിശ്വസിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. Hallelujah. And you will do great things for God. അങ്ങനെ ചെയ്താൽ വലിയ കാര്യം നിങ്ങൾ God has called His church a history-making church. ആമേൻ. ഈ സഭയെ ചരിത്രം കുറിക്കുന്ന സഭയായി ദൈവം വിളിക്കുക. Some of you are laughing. ചിലർ ചിരിക്കുക. Pastor പിന്നെ തുടങ്ങി. This pastor again said, I'm prophesying by faith. ഞാൻ വിശ്വാസത്താൽ പ്രവചിക്കുന്നു. You and your children will change the nation. It is God's plan. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ദേശത്തെ മാറ്റിമറിക്കുമെന്ന് That is why God brought you into this land. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. A holy people. വിശുദ്ധ ജനം. A remnant. ഒരു ശേഷിപ്പ്. Right now, many people are making fun of us. ഇപ്പോൾ അനേകർ നിങ്ങളെ കളിയാക്കുക. You know, I sometimes think some of the people who know how to get into our website, they open it, listen to every word I say, and they make fun of us. ഹല്ലേലൂയ. എനിക്കറിയാം ചിലർ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് എന്നെ കളിയാക്കുന്നവരുണ്ട്. But you know who's going to laugh finally? എന്നാൽ ആത്യന്തികമായിട്ട് ആരാ ചിരിക്കുക My കളിയാക്കുന്നത്? Jesus and I and you will dance and Amen. say, Hallelujah. നമ്മുടെ ആമേ കർത്താവിനോടൊപ്പം നമ്മൾ ചിരിക്കും അവസാനം. ഒന്നും കാണാതാ ഞാൻ ഈ പറയുന്നത്. I am just hallelujah telling without seeing anything. കണ്ടേച്ചു പോലും പറയാൻ ആൾക്കാർക്ക് പേടിയാ. Amen, amen. People are scared even to talk after seeing. But I am telling you without seeing. കാണാതെ ഞാൻ പറയുന്നത്. You and your children will change the face of this nation for the glory of God. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ ദേശത്തിന്റെ ഭാവിയെ മാറ്റി. Hallelujah. 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 Praise the Lord. Praise the Lord. Amen. Hallelujah. Praise the Have faith of God. ദൈവത്തിന്റെ വിശ്വാസം പ്രാപിക്കുക. Receive it. അത് പ്രാപിക്കുക. You know, if some of you really knew about the secret of this, ചിലർ ഇതിന്റെ രഹസ്യത്തെ പറ്റി പുതുതായിട്ട് ചിന്തിക്കുന്നവർ. I think I am speeding him up so the Malayalam is being fastened up. I'll speak slowly. If some of you really know the secret behind this, ഇതിന്റെ രഹസ്യം യഥാർത്ഥത്തിൽ നിങ്ങൾ അറിഞ്ഞാൽ 99% of your problems will go away. തൽക്ഷണം 99% പ്രശ്നങ്ങൾ മാറും. What are you scared of? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? Speak against that fear. ആ ഭയത്തിനെതിരെ നിങ്ങൾ Are you സംസാരിക്കണം. scared of witchcraft? നിങ്ങൾ ആഭിചാരത്തെ പറ്റി Let me ask you honestly. ഞാൻ മനഃപൂർവ്വമായിട്ട് ചോദിക്കാം. Be honest. ഞാനല്ല How many of you are scared of witchcraft? ആത്മാർത്ഥമായി ചോദിക്കുക. നിങ്ങൾ എത്ര പേര്
ആഭിചാരത്തെ അല്ലെ മന്ത്രവാദത്തെ ഭയപ്പെടുന്നു. Come on. സ്തോത്രം. Hallelujah. അതൊക്കെ പറയും നമ്മളിവിടെ. Praise the Lord. നല്ലതാ. It's very very good, very good. But shall I tell you, not her, shall I tell you something? ഞാൻ പറയട്ടെ, Sometime there was a man, ഒരു മനുഷ്യനുണ്ടായിരുന്നു, he believed like this. ഇങ്ങനെ വിശ്വസിച്ചു. But in India, ഇന്ത്യയിൽ whenever he goes in front of some temple, some Hindu temple, ഏതെങ്കിലും ഹിന്ദു ടെമ്പിളിന്റെ അടുക്ക you പോകുമ്പോൾ know what will happen? അദ്ദേഹം എന്ത് ചെയ്യും? The minute he sees the Hindu temple, ഒരു ഹിന്ദു ടെമ്പിൾ കാണുമ്പോൾ what is that? he talk like that, he scream the blood of Jesus. What is that? എന്താണത്? He is scared of the temple. ആ അമ്പലത്തെ കണ്ട് അദ്ദേഹം പേടിച്ചിരിക്കുക. Hallelujah. Why should he be scared? എന്തിനാണ് പേടിക്കുന്നത്? Greater is he who is in you than who is in the world. ആമേൻ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. Hallelujah. സ്തോത്രം. You know, when you see a temple, when you hear of witchcraft, your blood vessel goes, suddenly shoots up. The BP goes up. You know, you're supposing you're saying some tongues. You're very happy, you're praising the Lord, but all this is coming from fear. ഹല്ലേലൂയ. നിങ്ങളൊരു അമ്പലം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് ഭയം കൊണ്ടാ. I had a friend in Fort Kochi. ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ ഒരു സ്നേഹിതൻ. This is a real thing that happened. യഥാർത്ഥ സംഭവമാണ് He പറയുന്നത്. was traveling from Fort Kochi to Ernakulam. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അദ്ദേഹം എറണാകുളത്ത് യാത്ര ചെയ്യുക. One day he was passing in front of a temple. ഒരു ദിവസം ഒരു അമ്പലത്തിന്റെ മുന്നേ കൂടെ കടന്നുപോയി. He got into the fire of God. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം ദൈവത്തിന്റെ തീക്കകത്ത്. He turned around to that thing, the Amen. temple. അദ്ദേഹം ആ അമ്പലത്തിൽ നേരെ തിരിഞ്ഞു. He said one thing, get out of this place, you dirty devil. ഓ അദ്ദേഹം പിശാചേ ദേശം വിട്ടു പോകും. Hallelujah. 1 week later, ഒരാഴ്ചയ്ക്ക് ശേഷം there was a small, production. What is that? They have some meeting in that temple. ആമേൻ. ആ അമ്പലത്തിൽ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. He found out what is happening here. ഹല്ലേലൂയ. എന്താ നടക്കുന്നത്? They said that the goddess of this temple got angry and went away last week. ഹല്ലേലൂയ. ഇവിടുത്തെ ദേവി പിണങ്ങിപ്പോയി. And they are trying to bring her back. അവരെ തിരികെ കൊണ്ടുവരും. No, this really happened. ഇത് യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണ്. Hallelujah. That's the mark of an anointed man of God. ഇതാണ് അഭിഷക്തന്റെ ലക്ഷണം. Hallelujah. Praise the Lord. But some of us, I know, don't let it happen. അത് അങ്ങനെ നടക്കാൻ അനുവദിക്കരുത്. Hallelujah. Praise the Lord. Shall I show you a demonstration of what you are and what the demonic forces are? ഹല്ലേലൂയ. നിങ്ങളുടെ അധികാരവും പിശാചിനെ ഞാൻ ഒന്ന് Now, കാണിക്കട്ടെ. don't get me wrong. I have to use somebody. They are not demons. തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും ഉപയോഗിച്ചേ പറ്റൂ. Okay. Come. All of you come. എല്ലാവരും. Well, I don't want to use the children for. Let me try something else. Come here. Let's say this is a man of God. ചിന്തിക്കുക, ഇത് ദൈവദാസനാ. Okay? This is a man of God. ദൈവത്തിന്റെ ദാസനാ. Let's say, we are all bad. ഹല്ലേലൂയ. You will agree? No problem. Let's say he is being intimidated by demons. നോക്ക, ഈ മോനെ പിശാച് പ്രകോപിപ്പിക്കുക. All right? Praise the Lord. Okay? Let's say like that. That's the way normally it is. അങ്ങനെയാണ് സാധാരണ. He looks little smaller than us. നമ്മളെ ചെറുതാ. But when he uses the name of Jesus, എന്നാൽ യേശുവിന്റെ നാമം ഈ കുഞ്ഞ് ഉപയോഗിക്കുമ്പോൾ, he begins to use the name of Jesus, യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ every demonic element around him gets scattered. ഹല്ലേലൂയ, ഈ ചുറ്റും നിൽക്കുന്ന പൈശാചിക ശക്തികളെല്ലാം ചിതറിപ്പോകും. Not because of his strength. ഈ മോന്റെ ശക്തി കൊണ്ടല്ല. He's growing up. He's going to be 6'3" in the stall. അറിയാം. Right now he is so tall. നോക്ക, ഇവൻ 6 അടി ഉയരമുള്ള, 6 അടി കൂടുതൽ ഉയരമുള്ളവനാണ്. Okay, but right now this is his size. എന്നാൽ ഇപ്പൊ ഇത്ര ഉള്ളി മോൻ. If he tries to fight both of us together, who is going to win? ഹല്ലേലൂയ. അവന്റെ സ്വന്തം ശക്തി കൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്ത് ആര് ജയിക്കും? We will win. നമ്മൾ ജയിക്കത്തുള്ളൂ. There is a great authority on a child of God. എന്നാൽ ദൈവപുത്രൻ പൈതലിന്റെ മേൽ ഒരു വലിയ അധികാരമുണ്ട്. An authority that has already won the battle. അത് യുദ്ധം ജയിച്ചൊരു അധികാരമാണ്. The minute you see the devil sees that authority, he starts shivering. ഈ അധികാരം പിശാച് കാണുമ്പോൾ പിശാച് പേടിച്ച് വിറയ്ക്കുക. Praise the Lord. Are you realizing this? നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? Supposing he doesn't realize this, ഈ കുഞ്ഞ് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ what will happen? എന്ത് നടക്കും? The devil will keep on irritating. പിശാച് ഇവനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. You're going to have a problem. എനിക്കൊരു പ്രശ്നം ഉണ്ടാവും. Your children are going to be in trouble. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് Everything is going to go against you. എല്ലാം എതിരായി തീരും. Actually, this man is so powerful, യഥാർത്ഥ ഇവൻ വളരെ ശക്തനാണ്. but he doesn't know it. അവനത് അറിയത്തില്ല. The devil keeps on irritating him, ഹല്ലേലൂയ. ഈ പിശാച് ഇവനെ tries പ്രകോപിപ്പിച്ചു to push him down. തെള്ളിയിടാൻ All ശ്രമിക്കും. the time problem, അവൻ പ്രശ്നം all ഉണ്ടാക്കും. the time difficulty, എപ്പോഴും ബുദ്ധിമുട്ടാ. never a deliverance. വിടുതലില്ല. What should he do? ഇവൻ എന്ത് ചെയ്യണം? He should say, അവൻ പറയണം, excuse me, ക്ഷമിക്കണം Mr. Demons, പിശാച്, in Jesus' name out. യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകും. You know what demons will do? പിശാച് എന്തോ ചെയ്യും? They cannot stand there.
അവനവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ നാവിനെ യേശുവിന്റെ നാമം കൽപ്പിക്കാൻ ഉപയോഗിക്കണം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇന്ന് മുതൽ അത് ഉപയോഗിക്കുക. ആമേൻ. ഭർത്താവിനെ ഭാര്യയെ പിശാചെന്ന് വിളിക്കരുത്. യേശുവിന്റെ നാമത്തെ പിശാചിനെ റിബ്യൂക്ക് ചെയ്യുക. തർജ്ജമ ചെയ്യുക. Hallelujah. I can tell you one thing very clearly. വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം. No കൂടോത്രം will stand against you. ആമേൻ. നിങ്ങൾക്കെതിരെ വിച്ച്ക്രാഫ്റ്റ് നിൽക്കത്തില്ല. It will not stand. അത് നിൽക്കത്തില്ല. My God is capable of breaking every കൂടോത്രം in Jesus' name. യേശുവിന്റെ നാമത്തിൽ ദൈവം സർവശക്തനായ എല്ലാ കൂടോത്രത്തെയും ബ്രേക്ക് ചെയ്യുക. Hallelujah. Amen. Praise the Lord. Believe this. ഇത് വിശ്വസിക്കുക. Hallelujah. Believe in your heart. ഹൃദയത്തിൽ വിശ്വസിക്കുക. What I told you today. ഇന്ന് പറഞ്ഞത് വിശ്വസിക്കുക. Start acting. അതിന്മേൽ പ്രവർത്തിക്കുക. What will happen? എന്ത് സംഭവിക്കും? Again, verse 23. 23-ാം വാക്യം. If you say unto this mountain, be removed and go into the sea, and shall not doubt in his heart, but shall believe the things which he said, it shall come to pass. നിങ്ങൾ പറയുന്നത് സംഭവിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. You know, some of you are going to get into deliverance ministry quickly. നിങ്ങളിൽ ചിലരെ കർത്താവ് വിടുതൽ You are going to ശുശ്രൂഷിക്കും. cast the demon out. നിങ്ങൾ ഭൂതത്തെ പുറത്താക്കും. You know, when people come, you're going to say, out, devil. പിശാച് വായിച്ചവർ വരുമ്പോൾ നിങ്ങൾ ഭൂതത്തെ Now, പുറത്താക്കും. the minute you say under the anointing, the devil will go. അഭിഷേകം നിങ്ങൾ പറയുമ്പോൾ തന്നെ പിശാച് പോകും. But imagine, you stand there and doubt. ശരിക്കും പിശാച് പോയായിരുന്നു? ഹല്ലേലൂയ. നിങ്ങൾ അവിടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ നിന്ന് സംശയിക്കുക പിശാച് പോയോ? Did the devil really go? യഥാർത്ഥ പിശാച് പോയോ? God tells you to cast the demon out. ദൈവം പറഞ്ഞു പിശാചിനെ But പുറത്താക്കും. what do Christians normally do? ക്രിസ്ത്യാനികൾ സാധാരണ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞു, പക്ഷെ നീ പോയോ? ഹല്ലേലൂയ. I already told you to go, but did you go? Under the anointing, when you tell it to go, it will go. It has to go. It will go. I'm telling you from my own life. ആമേൻ. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അഭിഷേകത്തിൽ നിങ്ങൾ പറയുമ്പോൾ അത് പോയേ പറ്റൂ. അത് പോയിരിക്കും. To the glory of God, in all humility, I say, അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി താഴ്മയോടെ the പറയും. Lord has equipped me to rebuke the devil even under my breath. എൻ്റെ ശ്വാസത്തിൽ പോലും പിശാചിനെ പുറത്താക്കാൻ ദൈവം എന്നെ Immediately it ഉപയോഗിച്ചു. goes away. അല്ല അത് പോയി. Not because of what I am. ഞാൻ എന്താണെന്നുള്ളൊരു You heard അടിസ്ഥാനം. somebody saying that Jesus is standing right there with me. ഹല്ലേലൂയ. ഒരാൾ നിന്നോട് പറഞ്ഞു കേട്ടല്ലോ കർത്താവ് ഇവിടെ ഉണ്ടെന്ന്. When the devil comes to attack me, പിശാചിനെ ആക്രമിക്കാൻ he's വരുമ്പോൾ not seeing me also. എന്നെ അല്ല പിശാച് കാണുന്നത്. Hallelujah. Amen. He's seeing the one who is with me. എന്നോട് കൂടെയുള്ള ദൈവത്തെയാണ് കാണുന്നത്. Greater is he who is in me than who is in the world. എന്നോട് കൂടെയുള്ള ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. Hallelujah. Amen. Do you think God is just going to leave you into the hands of the devil? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പിശാചിന്റെ കൈ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും? He would have made mincemeat of you if God didn't protect you. ദൈവം നമുക്ക് സംരക്ഷണം തന്നില്ലേ പിശാച് നമ്മളെ ചട്നിയാക്കിയനെ. But praise the Lord. Hallelujah. When you have chutney, praise the Lord. When God is, you are under the protection of God. നാം ദൈവത്തിന്റെ സുരക്ഷിത വലയത്തിലായിരിക്കുമ്പോൾ Hallelujah. What can God do? ഹല്ലേലൂയ ഈ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Don't be scared of the devil. നിങ്ങൾ ദയവായി പിശാചിനെ But it ഭയപ്പെടരുത്. is your fear. നിങ്ങളുടെ ഭയമാണ്. You are sitting right now inside the church. നിങ്ങൾ സഭയിലേക്കുള്ളിരിക്കുക. Hallelujah. Praise the Lord. Right now you're in the church, correct? ഇപ്പൊ നമ്മൾ സഭയ്ക്കുള്ളിലാണല്ലോ. In the same way, when you are under the covering of a church, whether you're at home, whether you're in India, you're in Africa, anywhere in the world, you are under the covering of the church. ആമേൻ. നിങ്ങൾ നാട്ടിൽ പോവുക ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ എവിടെ പോയാലും നിങ്ങൾ സഭയാകുന്ന കൂടാരത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. Hallelujah. Amen. That is why wherever you go, you must keep a good relationship with your brothers and sisters in the church. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ ഒരു ബന്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. This is the reason why many people who don't keep a good conscience, don't get me wrong, I'm speaking the right things. Why many Christians, you know, they go to one church, they fight with the pastor, they go to another church, they fight with the pastor, they go to a third church, they fight with the pastor, the fourth church, they sit at home and they think they'll sit at home and worship. Who do you think will come there? അതുകൊണ്ടാണ് അനേകർ ഒരു സഭയിൽ പോകും പാസ്റ്ററുമായിട്ട് ഇഷ്ടപ്പെടത്തില്ല, വേറൊരു സഭയിൽ പോകും, വേറൊരു സഭയിൽ പിന്നെ അവസാനം ഒരു സഭയിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അവർ ആരാധിക്കാൻ തുടങ്ങും. God says, my child, where did I find you? Where did I keep you? ദൈവം ചോദിക്കും എന്റെ മോനെ നിന്നെ ഞാൻ എവിടെ ആക്കി Go വെച്ചു? right there and worship. അവിടെ പോയി ആരാധിക്കേ. Because I want to pour an anointing on you. കാരണം അവിടെ നിന്റെ പേര് ഒരു അഭിഷേകം എനിക്ക് Once വരാനുണ്ട്. you have graduated, I myself will send you to the ends of the earth. ആമേൻ. നീ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ നിയോഗിച്ച് ലോകത്തിന്റെ അറുതി വരെ അയക്കും. That's God's plan. അതാണ് ദൈവത്തിന്റെ പദ്ധതി. Once you graduate, Praise the Lord. നീ ഗ്രാജുവേറ്റ് ചെയ്ത ശേഷം hallelujah, the devil will be scared of you. You know that? നിങ്ങളെ പിശാച് പേടിച്ചിരിക്കുകയാണ്. I've often asked the Lord many times, Lord, why do I have to hear a lot of nonsense? പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഈ വേണ്ടാത്തതെല്ലാം ഞാൻ എന്തിനാ കേൾക്കുന്നത്? My wife has asked me, my children have mentioned it. ഭാര്യ ചോദിച്ചു, കുഞ്ഞുങ്ങൾ So many pastors in the land. ഒത്തിരി പാസ്റ്റർമാരുണ്ട്. Why are you hearing a lot of nonsense?
എന്തുകൊണ്ടാണ് ഞാൻ I വേണ്ടാത്തെല്ലാം said, because കേൾക്കുന്നത്? my Jesus loves me a little more. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എൻ്റെ യേശുവിനെ കുറച്ചുകൂടെ Because he സ്നേഹിക്കുന്നു. has called me to do something which he trusts me to do. എന്നെ ഹല്ലേലൂയ, ദൈവം എന്നെ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. What അതുകൊണ്ട് is one of the devil's biggest tactic? എന്താണ് പിശാചിന്റെ ഒരു തന്ത്രം? To find fault with people. ആളുകളുടെ കുറ്റം He's കണ്ടുപിടിക്കുക. an accuser of the brethren. ഹല്ലേലൂയ. അത് അപവാദിയാണ്. The devil, Praise the Lord. he thinks when you accuse somebody or paint a bad picture on somebody, that man's ministry is finished. പിശാച് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ അപവാദം പറയുകയോ അവനെ പറ്റി ഒരു വേണ്ടാത്ത ചിത്രം പ്രദർശിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവന്റെ ശുശ്രൂഷ തീർന്നു. That is what he thinks. അത് പിശാചിന്റെ Who ചിന്തയാണ്. cares about what the devil thinks? പിശാച് എന്തോ ചിന്തിക്കുന്നത് ആര് ഗണ്യമാക്കും? Our heavenly Father has already seen Hallelujah. to the end of our life, and he will take us victoriously through. ആമേൻ. നമ്മുടെ സ്വർഗ്ഗീയ പിതാവ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കണ്ടിട്ടുണ്ട്. അവിടം വരെ തമ്പുരാൻ നമ്മളെ ജയത്തോടെ കൊണ്ടുപോകും. The only people who don't like this ministry are the apostles of the devil. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ഇഷ്ടപ്പെടാത്തവർ പിശാചിന്റെ അപ്പോസ്തലന്മാർ This മാത്രം. morning, when God is releasing his word of power, the only people who don't like it are those apostles of the devil. ഹല്ലേലൂയ. ദൈവം തന്റെ ശക്തിയുടെ വചനം തന്റെ സഭയുടെ മേൽ അയക്കുകയാണ്. അതിനെ ഇഷ്ടമില്ലാത്ത പിശാചിന്റെ കള്ള അപ്പോസ്തലന്മാർ. Hallelujah. Amen. Praise the Lord. How many apostles of the Lord Jesus Christ are here? യേശുവിന്റെ എത്ര അപ്പോസ്തലന്മാർ ഇവിടെ ഉണ്ട്? He is handed over in authority to you. യേശു നിങ്ങൾക്ക് ഒരു അധികാരം കൈമാറുക. Hallelujah. Amen. Here is the second one. രണ്ടാമതൊന്ന്, When you go with the authority of God, ദൈവത്തിന്റെ അധികാരമായി പോകുമ്പോൾ you will have to face a lot of problems. പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. It is not like sitting very comfortably inside a church. ഹല്ലേലൂയ. സ്വസ്ഥമായിട്ട് ചർച്ചിരിക്കുന്ന പോലെ അല്ല. Hallelujah. Praise the Lord. Now, God will raise many of you. You will find out. ആമേൻ. നിങ്ങൾ പലരെയും എഴുന്നേൽപ്പിക്കും. But the Lord will give you victory in that. എന്നാൽ ദൈവം നിങ്ങൾക്ക് ജയം തരും. Hallelujah. Amen. Let me go to the next verse. I want to complete this quickly. അടുത്ത വാക്യത്തിലേക്ക് പോകാം. It talks about prayer. പ്രാർത്ഥനയെ പറ്റി Verse പറയുന്നു. 24 it says, 24 വാക്യം. whatever you, I'm sorry, whatever things you desire, say that. നിങ്ങൾ ഹൃദയത്തിൽ എന്ത് ആഗ്രഹിച്ചാലും When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ believe that you receive them. അത് നിങ്ങൾക്ക് കിട്ടി ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. For example, how many ഉദാഹരണത്തിന് of you are praying for your church for a bigger hall? നിങ്ങളുടെ സഭയ്ക്ക് വലിയൊരു ഹോൾ വേണം. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? Hallelujah. Praise Praise the Lord. God. You start praying and believe that it has already been received. അത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. Hallelujah. Praise the Lord. And then what happens? അപ്പോൾ എന്ത് നടക്കും? You shall have them. അവ നിങ്ങൾക്ക് ഉണ്ടാകും. Praise the I Lord. didn't see it immediately. എനിക്ക് പെട്ടെന്ന് കാണാൻ That പറ്റുന്നില്ല. doesn't mean that God will not give it to you. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അത് ദൈവം തരത്തില്ലെന്നല്ല. You shall have it. നിങ്ങൾക്കത് ഉണ്ടാകും. You pray, നിങ്ങൾ പ്രാർത്ഥിക്കുക. you believe that you have already received it. നിങ്ങൾക്ക് കിട്ടി ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. You shall have them. നിങ്ങൾക്ക് അവയെ കിട്ടും. A man of God once prophesied to me. ഒരിക്കൽ ദേവദാസൻ ഇങ്ങനെ He പ്രവചിച്ചു. said, Pastor Shiju, I see 3 rows of large churches in rows. 3 rows. 1, 2, 3. ഹല്ലേലൂയ. 3 ഗണങ്ങളായിട്ട് ചർച്ചസ് Right now കാണുന്നു. we have 2 rows. ഇപ്പോൾ 2 റോസ് ഉണ്ട്. But he said, no. When I see this picture, ഞാൻ ഈ ചിത്രം കാണുകയാണ്. I see 3 rows. 3 നിരകൾ. 1, 2, and 3. 3 നിരകൾ. And I see chairs, not just chairs, those gallery kind of chairs. ഹല്ലേലൂയ. സാധാരണ ചെയർ അല്ല, ഗാലറി പോലുള്ള ചെയർ. And it is going to happen. അത് നടക്കും. Because God wants it to happen. എന്നാൽ അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. Hallelujah. Amen. I believed it. ഞാനത് I വിശ്വസിച്ചു. said, thank you, Lord. ഞാൻ പറഞ്ഞു, കർത്താവേ, Because I believe it, ഞാൻ I വിശ്വസിച്ചതുകൊണ്ട് shall have them. എനിക്ക് അങ്ങനെ ഉണ്ടാകും. You shall have them. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും. In 2009, 2009 when nobody knew about this church, I don't think any of us was born. ഈ സഭ ജനിച്ചിട്ട് പോലും I was talking to somebody in Vinu's office. He took me to a tour in his office. ഹല്ലേലൂയ. വിനു ബ്രദറിന്റെ വീട്ടിൽ ഓഫീസിൽ പോവുകയാണ്. And one lady, a Malayali girl, she said like this. ഒരു മലയാളി സഹോദരി ഇങ്ങനെ പറഞ്ഞു. We just talked. സംസാരിച്ചു. He introduced me as a pastor. പാസ്റ്ററായിട്ട് ഇൻട്രൊഡ്യൂസ് I ചെയ്തു. don't think the church was born at that time. ആ സമയത്ത് സഭ ഉണ്ടായിട്ടില്ല. She told me like this. ആ മകൾ ഇങ്ങനെ We പറഞ്ഞു. actually need a big church among the Malayalis. മലയാളികളുടെ ഇടയിൽ നമുക്കൊരു വലിയ She സഭയുടെ goes to ആവശ്യം. CSI church. CSI സഭയിൽ പോകുന്നു. When she spoke that, suddenly something touched my heart. ഹല്ലേലൂയ. ഈ ആ സഹോദരി സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. Hallelujah. Praise the Lord. In 2009, 2009 we had just started little bit. അല്പമായിട്ട് തുടങ്ങി. My dad had to be taken to the hospital. എൻ്റെ പിതാവിനെ ഹോസ്പിറ്റലിൽ And I was കൊണ്ടുവന്നു. standing with him for the operation, minor operation. ചെറിയ മൈനർ ഓപ്പറേഷൻ ഞാൻ And there അടുത്ത് was a nurse who was taking care of him. ഒരു നേഴ്സ് അദ്ദേഹത്തെ ടേക്ക് കെയർ So ചെയ്തു. we got it talking. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. Good things, believe നല്ല me. കാര്യങ്ങൾ. Hallelujah. Praise the Lord. Then she asked me, what do you do, sir? ആ സഹോദരി ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? I said, I'm a pastor. അപ്പോൾ ഞാൻ പാസ്റ്ററാണ്. Immediately she said, ആ പെട്ടെന്ന് സഹോദരി she പറഞ്ഞു. told me about another man of God. വേറെ ദേവദാസനെ പറ്റി She പറഞ്ഞു. said, yes, that man of God also started in the basement of his sister's home. ഹല്ലേലൂയ. ഇന്ന് ദേവദാസനും സഹോദരിയുടെ ബേസ്മെന്റിലാണ് തുടങ്ങിയത്. That was another prophecy. അത് വേറൊരു പ്രവചനമാണ്. Hallelujah. Praise the Lord. I believe that. ഞാനത് വിശ്വസിച്ചു. After that, people have come, അതിനുശേഷം ആളുകൾ വന്നു. people have gone. ആളുകൾ പോയി. We have gone through a lot.
നമ്മൾ പലതിൽ കൂടെ കടന്നുപോയി. But what my God has said will come to pass. എന്നാൽ നമ്മുടെ ദൈവം പറഞ്ഞത് നിവർത്തിക്കപ്പെടും. Hallelujah. Amen. Right now I am seeing by faith. ഇപ്പോൾ ഞാൻ വിശ്വാസത്തിൽ This കാണുകയാണ്. church will grow to be so powerful. ഈ സഭ ശക്തമായി വളരും. The Lord will not give his glory to one man. ദൈവം തന്റെ മഹത്വം ഒരു മനുഷ്യന് Our കൊടുക്കത്തില്ല. children, you will see them standing there and prophesying the word of God. ഓ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റും ദൈവവചനം പ്രവചിക്കും. I'm telling you, we will see it in our lifetime. നമ്മുടെ ജീവിത സമയത്ത് തന്നെ നമ്മളത് കാണും. Our children will begin to preach the word of God powerfully. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം ശക്തിയോടെ It will പ്രസംഗിക്കും. be telecast all over the world. അത് ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്യും. It will come to pass. It is the Lord's desire. അത് ദൈവത്തിന്റെ ഇഷ്ടമായത് നിറവേറും. The Lord will do it. ദൈവം തമ്പുരാനെ ചെയ്യും. This morning, I wanted to know something prophetically that took place. പ്രാവചനികമായ ചില കാര്യം നടന്നു പറയട്ടെ. You know, when I was standing here, ഞാൻ ഇവിടെ നിന്നപ്പോൾ who said that? Somebody said the Lord Jesus is with you, right? You said that. കർത്താവ് യേശു ഇവിടെ ഉണ്ടെന്ന് And I പറഞ്ഞു. thank the Lord for that. ഞാൻ അതിനായി കർത്താവിന് നന്ദി പറഞ്ഞു. Hallelujah. Praise the Lord. Immediately you saw me doing something I don't normally do. ഞാൻ സാധാരണ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് I ചെയ്തു. asked him to translate in English. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. Did you observe that? നിങ്ങൾ You ശ്രദ്ധിച്ചുവോ? know why I did that? എന്തുകൊണ്ടാണ് The ചെയ്തത്? Lord told me to do that. ദൈവം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. And then he told me why he told me to do that. എന്തിനുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. He said, not only you alone, ഹല്ലേലൂയ. നീ മാത്രമല്ല. God is raising up a church here. ഹല്ലേലൂയ. ദൈവം ഒരു സഭയെ ഇവിടെ Not a എഴുന്നേൽപ്പിക്കും. one-man ministry. ഒരു മനുഷ്യന്റെ ശുശ്രൂഷയല്ല. Group of people, team people are going to get up in this place. ഐക്യതയുള്ള ടീമായിട്ട് ഒരു കൂട്ടത്തെ ദൈവം I will എഴുന്നേൽപ്പിക്കും. have my ministry. എനിക്ക് എന്റെ ശുശ്രൂഷ That will ഉണ്ടാകും. go on to be on fire. അത് The ശക്തമായി church പോകും. is going to have its own ministry. സഭയ്ക്ക് അതിന്റേതായ ശുശ്രൂഷ കാണും. Hallelujah. ആമേൻ. When people come here, ആളുകൾ ഇവിടെ വരുമ്പോൾ the pastor may or may not be, he may be going to Uganda or Africa or Zambia or India. He may be busy with his own ministry, but some of you, God will raise up to cast demons out. ഹല്ലേലൂയ. പാസ്റ്റർ ദൈവം അയക്കുന്നിടത്ത് എവിടെയാണെങ്കിലും പാസ്റ്റർ ആയിരിക്കും. എന്നാൽ നിങ്ങളിൽ പലരെ ഉപയോഗിച്ച് ദൈവം ഭൂതങ്ങളെ If പുറത്താക്കും. Jesus is the Lord of this church, ഈ സഭയുടെ ദൈവം God യേശുവാണെങ്കിൽ is not going to work only through one man. ഒരു മനുഷ്യൻ കൂടെ മാത്രമല്ല God ദൈവം is going to work through his body, which is the church. ഈ ദൈവത്തെ യേശുവിന്റെ ശരീരമാകുന്ന ഈ ശരീരത്തിൽ കൂടി ദൈവസഭയെ I have two daughters. നിങ്ങൾ അത് കേൾക്കും. I use her. അല്ലെ കുഞ്ഞുങ്ങളെ കൂടെ. I use her. Use it. Please use it. Understand the word use in the right way. ആമേൻ. ഉപയോഗിക്കുക എന്ന് പറയാൻ ശരിയായ രീതിയിൽ. She helps me. She helps me. ഈ കുഞ്ഞുങ്ങൾ എന്നെ They സഹായിക്കും. both are my children. അവർ രണ്ടും എന്റെ കുഞ്ഞുങ്ങളാണ്. I love them both. ഞാൻ അവരെ I സ്നേഹിക്കുന്നു. tell her to play the keyboard. ഞാൻ അവരുടെ കീബോർഡ് പ്ലേ She may be ചെയ്യും. good in something else. ഈ മകൾ മറ്റൊരു രീതിയിൽ They സഹായിക്കും. all together work together, and I am blessed. I am helped. നാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെടുന്നു. Hallelujah. Praise the Lord. Everybody may not be called to preach from the pulpit. എല്ലാവരും പുൽപിറ്റിൽ നിന്ന് പ്രസംഗിക്കാതിരിക്കില്ല. Everybody is not called to be an evangelist. എല്ലാവരും ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കും. Everybody is not called for deliverance ministry. എല്ലാവരും ഡെലിവറൻസ് മിനിസ്ട്രിക്ക് But we വരത്തില്ല. are all called for doing something in our Father's kingdom. എന്നാൽ നമ്മുടെ അപ്പന്റെ രാജ്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേല ചെയ്യും. You know why a lot of churches fail? എന്തുകൊണ്ടാണ് അനേക സഭകൾ Because there is പരാജയപ്പെടുന്നത്? competition deep inside. ഉള്ളിന്റെ ഉള്ളിൽ മത്സരം. We don't want competition. There is no competition here, but we don't want competition. ഈ ഇവിടെ യാതൊരു മത്സരവുമില്ല. നമുക്ക് കോമ്പറ്റീഷൻ Find വേണ്ട. out how you can preach the word of God. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടുപിടിക്കുക എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം മറ്റൊരു പറയാൻ പറ്റും. Nibu and Sini have just gone to another place called Devon. അല്ലെ ഡിവോൺ എന്ന സ്ഥലത്തേക്ക് നിബൂസിനിയും പോയി. I told them you put a board on your house. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടിന് മുമ്പിൽ ബോർഡ് വെക്കണം. Bible study every Tuesday. എല്ലാ ചൊവ്വാഴ്ചയും ബൈബിൾ And സ്റ്റഡി. what I didn't tell them, I'm going to tell them now. ഞാൻ അവരോട് പറഞ്ഞില്ല, ഇപ്പൊ പറയാ. Tuesday evening, you both sit together, get your children together, teach them the Bible. ആമേൻ. ഹല്ലേലൂയ. ചൊവ്വാഴ്ച വൈകുന്നേരം നിങ്ങൾ രണ്ടും ഒന്നിച്ചിരുന്ന് കുഞ്ഞുങ്ങളെ ബൈബിൾ സ്റ്റഡി By ചെയ്യണം. faith, put it in your notice board. ഹല്ലേലൂയ. നോട്ടീസ് ബോർഡിൽ വെക്കണം. Bible study ഹല്ലേലൂയ. ദൈവവചന പഠനം. by Nibu നിബു പഠിപ്പിക്കുന്നു. and Sini. സിനി. People will come. Start praying ആളുകൾ വരും. without doubt in your heart. ഹല്ലേലൂയ. സംശയിക്കാതെ വിശ്വസിക്കുക. Once a month or twice a month, call me. I'll also come. ഒന്നോ രണ്ടോ തവണ മാസം ഞാനും വരാം. Hallelujah. Praise the Lord. In God's time, ദൈവത്തിന്റെ God സമയത്ത് can build something there. ദൈവത്തിന് ചിലത് പണിയാൻ പറ്റും അവിടെ. Dig and I shall fill, says the ദൈവം Lord. പറയുന്നു നീ കുഴിക്ക് ഞാൻ നിറയ്ക്കും. Start something new. പുതിയതൊന്ന് തുടങ്ങ്. Don't always think of the old thing. പഴയതിനെ മാത്രം ഓർത്തിരിക്കണ്ട. When you have to take a step of faith, do it. വിശ്വാസം എടുക്കേണ്ടപ്പോൾ എടുക്കുക. Everybody, I'm talking to you today. എല്ലാവരോടും പറയുക. If you have to do something new today, do it today. നിങ്ങൾക്കൊരു കാര്യം പുതിയ ജീവൻ ദൈവം ആലോചന ചെയ്യണം. You have never cast the demon out today. ഹല്ലേലൂയ. Ever. ഇതുവരെ ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല. Go do it. അത് ചെയ്യണം. How many of you have seen me ministering in the church? എത്ര പേര് ഇവിടെ സഭയിൽ Sometimes after the word of God, many of you have sensed the power of God. നിങ്ങൾ പല ദൈവശക്തി അനുഭവിച്ചിട്ടുണ്ട്. I am taking a step of faith ഞാൻ ചൂടെടുക്കുക. because my Jesus is there with me. കാരണം എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. I want you to do that. നിങ്ങളും അങ്ങനെ Now ചെയ്യണം. I do it in the church. ഞാൻ സഭയിൽ ചെയ്യും. Listen to this. ശ്രദ്ധിക്കണം. Some of you are talking to people about the gospel. നിങ്ങൾ ചിലരുടെ സുവിശേഷം മറ്റുള്ള പറയുക. Hallelujah. Amen. You know what you should pray? നിങ്ങൾ എന്ത് For പ്രാർത്ഥിക്കണം? example, you are speaking to your patient in the bed. ഹല്ലേലൂയ. സ്തോത്രം. അതെ സിസ്റ്റേഴ്സ് പേഷ്യന്റുമായിട്ട് സംസാരിക്കുമ്പോൾ Hallelujah. They're not keeping well.
അവർക്ക് സുഖമില്ല. So you can say, shall I say a word of prayer for you? അവരോട് ഭവിക്കണം, ഞാൻ ഇത് Oh, പ്രാർത്ഥിക്കണം. I like every testimony today. You know, even if I lose my job, God will take care of that. If God is giving you that assurance, Praise the and Lord. take a step of faith. Praise the Lord. ചില സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തും. Hallelujah. ദൈവമാണ് ഉറപ്പ് തരുന്നത്, ചങ്കൂറ്റം തരുന്നത്. Hallelujah. Praise the Lord. How many of you have that confidence? എത്ര brother? പേർക്ക് ധൈര്യമുണ്ട്? Yes, brother. Just tell that person, ആ വ്യക്തിയോട് പറയണം, sister, Jesus loves you. ഹല്ലേലൂയ, സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. After today's impartation, ഇന്നത്തെ ഇമ്പാർട്ടേഷൻ when you open your mouth, നിങ്ങളുടെ വാ തുറക്കുമ്പോൾ from you will come that anointing of comfort and love upon the patient. അല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആ അഭിഷേകം ആ രോഗികളുടെ മേൽ വരും. Take one more step. ഒരു ചുവടുകൂടി Say, എടുക്കണം. Lord Jesus, give me a word for this patient. കർത്താവേ, ഇവരോട് പറയാൻ ഒരു വാക്ക് എനിക്ക് The തരണം. Lord can give you a word for that patient. ആ വ്യക്തിക്ക് വേണ്ടി ഒരു വാക്ക് ദൈവത്തിന് തരാൻ കഴിയും. Maybe you will release a word into that patient. ആ വ്യക്തിയിലേക്ക് നിങ്ങൾ ഒരു പ്രവചന ശബ്ദം റിലീസ് ചെയ്യും. You know these things can happen. നിങ്ങൾക്കറിയാം ഇത് സംഭവിക്കും. Maybe you can pray at that time. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. Lord, please touch this person now. കർത്താവേ, ഈ വ്യക്തി ഇപ്പോൾ തൊടണമേ. Do you think only Pastor Shiju can do it? ആശിഷിന് മാത്രമേ പറ്റത്തുള്ളൂ. How many of you confessed this morning that you were all priests in the kingdom of God? എത്ര പേര് രാവിലെ ഏറ്റു പറഞ്ഞു, ഞങ്ങളെല്ലാം ദൈവത്തിന്റെ പുരോഹിത വർഗമാ? Hallelujah. Amen. Hallelujah. Hallelujah. If Jesus could do it, and if he said, you will do greater things than me, he wants us, his church, to do greater things. ആമേൻ. യേശു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഇതിലും വലിയ ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്റെ സഭ അത് ചെയ്യണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. You know, people, I know some of you deeply desire for, when you pray, power to come upon people. നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ജനത്തിന്മേൽ വരുവാൻ. I know, I want that to happen. എനിക്ക് എന്റെ ഇഷ്ടം അങ്ങനെ നടക്കണം. Hallelujah. Amen. But right now, when you go into your workplace, ഇപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ, for example, some of you are talking to your top IT people. നിങ്ങളുടെ ടോപ്പ് IT പീപ്പിളിനോട് When you സംസാരിക്കും. stand there in humility and in submission before your boss, the power of God can come and touch your boss. ആമേൻ. നിങ്ങൾ താഴ്മയിലും വിധേയത്തിലും അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സൂപ്പർവൈസറെ ദൈവശക്തി തൊടാൻ പറ്റും. You may be speaking to anybody. നിങ്ങൾ ആരോട് Maybe you're സംസാരിക്കുമ്പോൾ, speaking to your own brother who is not born again, വീണ്ടും ജനിക്കാൻ നിങ്ങളുടെ സഹോദരനോട് ചേട്ടനോട് because your സംസാരിക്കും. anointing is higher. കാരണം നിങ്ങളുടെ അഭിഷേകം വലിയതാ. He can go and touch him. ആ പരിശുദ്ധാത്മാവിനെ അവരെ തൊടാൻ പറ്റും. Hallelujah. Praise the Lord. That is what the church is all about. അതിനാണ് സഭ. And I'll tell you one more thing before you stop. നിർത്തുന്ന മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. If you're ready to give out your anointing like that, നിങ്ങളുടെ അഭിഷേകം പകരാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ he will give you more. അധികം കർത്താവ് തരും. Praise the Lord. Let us say you have 20 gallons of oil. ചിന്തിക്കുക, 20 ഗാലൻ ഓയിൽ You നിങ്ങൾക്കുണ്ട്. keep it for yourself. നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുക. For my husband, എന്റെ ഭർത്താവ്, my wife, എന്റെ ഭാര്യ, my children, എന്റെ കുഞ്ഞുങ്ങൾ, and അത്യാവശ്യം for my neighbor. അത്യാവശ്യത്തിന് അയൽവക്കാരന് But കൊടുക്കുക. Lord, I pray they won't ask. കർത്താവേ, അവർ ചോദിക്കരുത്. If you live like that, അങ്ങനെ ജീവിച്ചാൽ what will happen? എന്ത് നടക്കും? After a couple of days, it'll all be over. ഓ, ഇച്ചിരി ദിവസം കഴിയുമ്പോൾ അതിൽ I'm talking about the principle of kingdom of God. ദൈവരാജ്യം തത്വം പറയുക. But when you give, എന്നാൽ കൊടുക്കുമ്പോൾ, hallelujah, കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, when you start giving, ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, Lord, I have 20 gallons of oil. കർത്താവേ, എനിക്ക് 20 ഗാലൻ ഓയിലുണ്ട്. I'm going to give as you tell me to give. അവിടുന്ന് പറയുന്ന പോലെ ഞാൻ പകരുക. I'm going to give it into your hands. അങ്ങയുടെ കരങ്ങളിലേക്ക് തരിക. He will give you more oil. അധികം ഓയിൽ കർത്താവ് I'm തരും. telling you prophetically. പ്രവചനമായി It's a പറയുക. word for me and the church, all of you. എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള I hear the word സ്ഥലം മതിയാകാതോളം. Amen, amen. I hear the word. Hallelujah. Unlimited. You will have to ask God for more of your heart, more of his heart in you. Amen, amen. നിങ്ങൾക്ക് കർത്താവിനെ ഉൾക്കൊള്ളുവാൻ അധികം സ്ഥലം ആവശ്യമായിരിക്കും. Hallelujah. You know how ministries take place? You know how crusades take place? How many of you want to lead crusades? Come on. എത്ര പേര് ക്രൂസൈഡ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? How many of you want to stand in front of millions of people and preach the word of God? എത്ര പേര് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ദൈവവചനം പ്രസംഗിക്കാൻ Do you know ആഗ്രഹിക്കുന്നു? why it happens? എന്തുകൊണ്ടാണ് It നടക്കുന്നത്? is not because of anybody's greatness. ആരുടെ മഹത്വം കൊണ്ടല്ല. Because such people are able to carry the anointing of God. അവർ ദൈവത്തിന്റെ അഭിഷേകം സൂക്ഷിക്കാൻ പറ്റും. Hallelujah. Amen. Because they allow God to make their heart a little more bigger every day. കാരണം അവരുടെ ഹൃദയം കർത്താവിന്റെ അഭിഷേകം സൂക്ഷിക്കാൻ തക്കണ അധികം വിശാലമാക്കാൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. Are you ready for that? നിങ്ങൾ ഒരുക്കമാണോ? When I hear the word without any wanting more place, അധികം സ്ഥലം മതിയാവതോളം, your heart is that oil can. ആമേൻ ആമേൻ. അത് ശേഖരിച്ചു വെക്കുന്ന സംഭരണി നിങ്ങളുടെ ഹൃദയമാണ്. Right now your heart can take only 20 gallons. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ 20 ഗാലന്റെ But കപ്പാസിറ്റി this ഉണ്ട്. morning the Lord has given you something more. എന്നാൽ ഇന്ന് പകൽക്കാലം അതിനൊരു വിശാല ദൈവം തന്നു. When you give, start giving. നിങ്ങൾ കൊടുക്കാൻ The തുടങ്ങുമ്പോൾ Lord will begin to pour more into your heart. ദൈവം അധികം ഒഴുക്കും അതിനകത്ത്. Then you have to make your heart a little bigger. അപ്പോൾ ഹൃദയം ഇച്ചിരി വിശാലമാക്കണം. And again he will give you more. അപ്പോൾ ദൈവം വീണ്ടും And പകരും. you're going to give out more. അപ്പോൾ കർത്താവ് വീണ്ടും The പകരും. more you give, അധികം the more you കൊടുക്കുന്നതനുസരിച്ച് will get. അധികം കർത്താവ് തരും. Hallelujah. Hallelujah. Praise the Hallelujah. Lord. How many of you want to be happy with just the anointing what you have?
ഓ ഉള്ള അഭിഷേകം കൊണ്ട് എത്ര പേർക്ക് തൃപ്തിയുണ്ട്? I am not happy. എനിക്ക് തൃപ്തിയില്ല. I want more anointing. എനിക്ക് അഭിഷേകം അധികം വേണം. More of his anointing. അധികം അഭിഷേകം യേശുവിൽ വേണം. Hallelujah. ആമേൻ. Hallelujah. Hallelujah. Praise the Hallelujah. Lord. Believe in your heart right now. ഹൃദയത്തിൽ ഇപ്പോൾ വിശ്വസിക്കുക. Hallelujah. Amen. I want to Amen. tell you, some of you young children, you're listening to me. ഓ എന്നെ കേൾക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ, Children, do not be satisfied because you're able to mix with a lot of people outside the church. ഹല്ലേലൂയ. ഈ സഭയ്ക്ക് പുറത്തുള്ള ഒരുപാട് പേരുമായി നിങ്ങൾക്ക് ഇടപെടാൻ That കഴിയുന്നുണ്ട്. is good, but that is only exposure. ഹല്ലേലൂയ. നല്ലതാണ്, എന്നാൽ അതൊരു എക്സ്പോഷർ മാത്രമാണ്. Yes, I want you to get exposed to as many people as you can. Good. നിങ്ങൾക്ക് കഴിയാവുന്നവരോടെല്ലാം നിങ്ങൾ ഇടപെടണം, നല്ലതാ. But is that relationship giving you more of God and his anointing? Yes. Or is that making you a Pharisee who has no liking for anything of God? എന്നാൽ ആ ബന്ധം നിങ്ങളിലേക്ക് അധികം അഭിഷേകത്തിനായി നിങ്ങളെ ഒരുക്കുന്നുവോ, അതോ ഒരു പരീക്ഷനെ പോലെ ദൈവവുമായി ബന്ധമില്ലാത്തവനായി നിങ്ങളെ തീർക്കുന്നുവോ നിങ്ങൾ ചിന്തിക്കുക. The Pharisees had a small pool. ഹല്ലേലൂയ. പരീക്ഷന്മാർക്ക് ചെറിയ കുളമുണ്ട്, They were happy there. അവർക്ക് സന്തോഷമാണ്. Hallelujah. അത്രയും മതി. We are not called to be like that. നമ്മൾ അങ്ങനെയുള്ളവരല്ല. Rivers of living water must flow through us. നമ്മളിൽ ജീവിതത്തിന്റെ നദികൾ തന്നെ ഒഴുകണം. Are you ready? നിങ്ങൾ ഒരുക്കമാണോ? Let's pray. It's നമുക്ക് 1:15. പ്രാർത്ഥിക്കാം. ആമേൻ. Let's pray. ഹല്ലേലൂയ. നമുക്ക് Let's pray. പ്രാർത്ഥിക്കാം. Hallelujah. കർത്താവേ, സ്തുതിക്കുന്നു. Thank you, Jesus. Tell the Lord, കർത്താവിനോട് പറയുക, Lord, I believe without a doubt in my heart. കർത്താവിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ വിശ്വസിക്കുന്നു. I want to give out all the anointing I have. എനിക്ക് തന്നിരിക്കുന്ന അഭിഷേകം മൊത്തം എനിക്ക് I want to കൊടുക്കണം. use it for your kingdom. അങ്ങനെ രാജ്യത്തിനായിട്ട് ഉപയോഗിക്കണം. I want to take steps of faith. എനിക്ക് വിശ്വാസം ചുവടെടുക്കണം. I want to take steps of faith to heal people. ആളുകളെ സൗഖ്യമാക്കാൻ വിശ്വാസം ചുവടെടുക്കണം. Lord, use my presence to cast the demons out. കർത്താവേ, എന്റെ സാന്നിധ്യത്തിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഭൂതങ്ങൾ വിട്ടുമാറണം. Lord, use my presence to heal people. എന്റെ സാന്നിധ്യത്തിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ രോഗികൾ സൗഖ്യമാകണം. Lord, use me to prophesy. കർത്താവേ, പ്രവചിക്കുവാൻ എന്നെ സഹായിക്കണം. Lord, remove every laziness from me. എന്നിൽ നിന്ന് എല്ലാ മടിയും മാറ്റണം. Lord, because of me, let the church be full. കർത്താവേ, ഞാൻ മുഖാന്തരം സഭയെ അനുഗ്രഹിക്കണം. Oh, so that the glory will not go to one man. കാരണം അത് മുഖാന്തരം മഹത്വം ഒരു വ്യക്തിക്ക് മാത്രം If കിട്ടുന്നില്ല. that happens, അങ്ങനെ സംഭവിച്ചാൽ that is not your plan. അത് അങ്ങയുടെ പദ്ധതിയല്ല. I want to take a little bit of the burden from the pastor to myself. പാസ്റ്ററുടെ ഭാരം അല്പം ഞാനും വഹിക്കാൻ We ഒരുക്കമാണ്. want to build the church together ഞാനും പാസ്റ്ററുടെ ചേർന്ന് ഞങ്ങളെല്ലാം ഒന്നിച്ച് with കർത്താവ് one spirit, ഒരേ ആത്മാവിൽ, not to oppose the pastor, പാസ്റ്റർ എതിർക്കാനല്ല, but to go in one spirit, ഒരേ ആത്മാവിൽ പോകുക. because people may be depopulated from hell. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നരകത്തെ ശൂന്യമാക്കണം. Use me, Jesus. എന്നെ ഉപയോഗിക്കണം. Use me, Jesus. യേശുവേ, എന്നെ ഉപയോഗിക്കണമേ. But if you are, I'm telling you today very, very, very clearly, വളരെ വ്യക്തമായി പറയുക. if after listening to all this, ഇതെല്ലാം കേട്ട ശേഷം if you still are going to live a self-centered life, നിങ്ങൾ സ്വയത്തിൽ കേന്ദ്രീകരിച്ച ജീവിതം നയിക്കുകയാണ്. some of you are saying, let my things be done first, എന്റെ കാര്യം നടക്കട്ടെ, എന്നിട്ട് ചെയ്യാവുന്ന, then I will look after the things of God. എന്നിട്ട് ദൈവകാര്യം നോക്കാമെന്ന് ചിന്തിച്ചാൽ You are in dangerous ground. നിങ്ങൾ അപകടകരമായ ഭൂമിയിലാണ്. Start praying that God will give you opportunities to preach. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ ദൈവം അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. Ask, how many of you are going to pray like that today? അങ്ങനെ എത്ര പേർ പ്രാർത്ഥിക്കും? Lord, open homes for me so that I can go and minister. കർത്താവേ, എനിക്ക് പോയി ശുശ്രൂഷിക്കാൻ വാതിലുകൾ തുറക്കണം. When you do that, അത് ചെയ്യുമ്പോൾ the anointing begins to flow out. അഭിഷേകം പുറപ്പെടും. And God takes care of not only your anointing, He takes care of everything about you. നിങ്ങളുടെ അഭിഷേകം മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും. Yes, church, listen to this. സഭയെ ശ്രദ്ധിക്കുക. Your fulfillment is in serving God as He tells you. ദൈവം പറയുന്നത് പോലെ ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് നിങ്ങളുടെ പൂർണ്ണത വരുന്നത്. I want to tell this in Malayalam. മലയാളത്തിൽ പറയാം. ചില വിടുതലുകൾ ശുശ്രൂഷ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം തരികയുള്ളൂ. Some of the deliverance will come only if when you minister. അല്ലാതെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് ചുറ്റി 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 ഇങ്ങനെ കിടക്കും. You just run around throughout the lifestyle, just concentrating on ഏത് yourself. മഹാമെന്ന് ദൂത് പറഞ്ഞാലും Oh, whoever tell you the ആരൊക്കെ പറഞ്ഞാലും whoever said anything, തമ്പുരാൻ വിടുവിക്കാതെ ഒരു വിടുതൽ നടക്കുകയില്ല. unless the Lord deliver you, you will not be delivered. നിന്റെ വിടുതൽ നിന്റെ അനുസരണത്തിലാ. Hallelujah. Your deliverance is in your obedience. അനുസരിക്കാൻ മനസ്സുള്ള ഒരു കാര്യങ്ങൾ How ഉയർത്തിക്കാം. many of you are willing to അങ്ങനെയുള്ളവർ obey? മാത്രം എഴുന്നേറ്റ് നിന്നാണ്. Oh, only such people stand up in the presence of the If you Lord. want the blessing of God in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം you may വേണമെങ്കിൽ be anybody. നിങ്ങൾ ആരുമാകട്ടെ, But say, Lord, use me. കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. Use me, Lord. എന്നെ ഉപയോഗിക്കണമേ. And we are going to pray and stop quickly. പ്രാർത്ഥിച്ച് പെട്ടെന്ന്